നമുക്ക് ആങ്കറിന് ഒരു നല്ല മൂക്കുത്തി വാങ്ങിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെ അതുമേ തല തിരിച്ചു തുറക്കണതിന് മുമ്പേ ഇങ്ങനെ തല തിരിഞ്ഞങ്ങ് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇട്ടിട്ട് കാണിക്കുന്നതായിരിക്കും. എനിക്ക് ചേച്ചി തന്ന മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ചേട്ടാ മറ്റേ പൊന്മാൻ സിനിമയില്ലേ, അത് കണ്ടിട്ടുണ്ടാവും, ബേസിലിന്റെ. അപ്പൊ അതേപോലത്തെ ഇഷ്യൂ ചേട്ടൻ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? പലർക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൈസ ചോദിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ചോദിച്ച് ചെല്ലുന്ന ആൾക്കാർക്ക് അടിയും കിട്ടും. ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നോ ഗോൾഡ് വെഡിങ് ഒക്കെ കറന്റ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഗോൾഡ് ഇല്ലാതെ കല്യാണം കഴിക്കുന്നു. എനിക്ക് ആദ്യം ഞാൻ നോ ഗോൾഡ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. എല്ലാവരും പറഞ്ഞിട്ടാണോ വലിയ ഇംഗ്ലീഷൊക്കെ ചോദിക്കണമെങ്കിൽ അനങ്ങാതിരുന്നോ ഞാൻ പറഞ്ഞോളാന്ന് പറയും. അല്ല, നമ്മൾ ഈ ഭാര്യയുടെ അടുത്ത് നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന ആൾക്കാരാണ്. ഭാര്യ ഏറ്റവും കൂടുതൽ മോളൂസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. സ്റ്റക്കായി. അതെല്ലാ ലേഡീസ് സ്റ്റാഫിനൊക്കെ 40,000 50,000 രൂപ സാധ്യത പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും. സ്വർണ്ണവില ഭയങ്കരമായിട്ട് കൂടുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തുന്നു. ശരിക്കും ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജൂവലറിക്കാർക്ക് എന്താ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? കൂടിയാലും കുറഞ്ഞാലും ജ്വല്ലറിക്കാർക്ക് ബെനിഫിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ചെറിയ പ്രോഫിറ്റ് വലിയ കച്ചവടം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ്. ഫ്രീ ഡെലിവറി ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ആക്ച്വലി പൈസ കിട്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറയുന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പന്തം വിട്ടു എന്താ പറയുക, കേരളത്തിലൊരു 60% പിള്ളേർക്കും ഇപ്പോൾ കിങ്ങിണിയെ പോലുള്ള പിള്ളേർക്കും നമ്മളറിയാം. കിങ്ങിണി വന്നിട്ട് പറയണേ ചേട്ടാ ഇൻട്രോ എടുക്കാനായിട്ട് ഒന്നും അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം. നമ്മളെ കണ്ടില്ലാത്ത ആളിൻ്റെ അടുത്താണ്. കല്യാണത്തിന്റെ ഡേറ്റ് ഫെബ്രുവരി 4. കറക്റ്റ് ആണോ? പിന്നെ എന്നും ഞാൻ ആഘോഷിക്കുന്നതിൽ ഒരുപാട് പൈസ പൊട്ടുന്നതാണ്. ആ ഡേറ്റ് മാർക്കില്ല. ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഡേറ്റ് ഓർമ്മിച്ച് വെച്ചില്ലല്ലോ. കാരണം വെച്ചാൽ രശ്മിക്ക് പൈസ ആവണം എനിക്ക് ഇഷ്ടമല്ല. എന്റെ ദൈവമേ. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന 2 അതിഥികളെ പറ്റി പറയാനാണെങ്കിൽ ഇവരുടെ വാല്യൂ ഓരോ ദിവസം കഴിയും തോറും, അല്ലെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂർ കഴിയും തോറും വേണമെങ്കിൽ പറയാം, അങ്ങനെ കൂടി വരികയാണ്. ഇവർ ചെയ്യുന്ന ബിസിനസ് കൊണ്ടായിക്കോട്ടെ, ഇവർ ചെയ്യുന്ന കോണ്ടന്റ് കൊണ്ടായിക്കോട്ടെ, മൊത്തത്തിൽ ഒരു സെലിബ്രിറ്റി ഫാമിലി. ആ 2 പേരെ ഞാൻ അതേപോലെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് അവരുടെ ബിസിനസ്സെ പറ്റി അറിയണം, അവർ വീഡിയോ ചെയ്യുന്ന രീതികളെ പറ്റി അറിയണം, എല്ലാം അറിയണം. അപ്പോൾ ലെറ്റ് മീ വെൽക്കം നമ്മുടെ സ്വന്തം കൃഷ്ണകുമാർ ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി. ചേച്ചി വെൽക്കം ടു ദ ഷോ. താങ്ക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഞാനിപ്പോൾ ഇവരെന്താണ് ഇവരുടെ ബിസിനസ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞില്ല, പക്ഷെ ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം 2 പേരും ഭയങ്കര സെലിബ്രിറ്റീസ് ആണ്. ഇവർ 2 മാത്രമല്ല, ഇവരൊരു കുഞ്ഞു കുട്ടിയുണ്ട്, അതും സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഞാനായിട്ട് പറയണോ നിങ്ങളായിട്ട് പറയണോ നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ്? നമ്മളായിട്ട് പറയാം അല്ലേ? കുറച്ചുകൂടെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ ഓൺ ഷോപ്പ് 5ഓളം ഷോപ്പുകളുണ്ട്. കിങ്ങിണി പറഞ്ഞതുപോലെ ആളുടെ പേര് കിങ്ങിണി എന്നാണ് അല്ലേ? പുള്ളിക്കാരി പറഞ്ഞ പോലെ അനുദിനം നല്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. കാരണം ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാണ് ആൾ പറഞ്ഞ. ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഒരു സെക്കൻഡിലും വളരെയും തളരുകയും ചെയ്യുന്ന ഒരു ഇടപാടാണ് സ്വർണ്ണ ബിസിനസ്. ഇന്ന് തളർന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് വന്ന ദിവസം എടുക്കുമ്പോൾ കുറച്ചൊന്ന് സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ ചേട്ടാ. സെലിബ്രിറ്റി നമ്മളെ മോൻ വന്നിട്ടില്ല അല്ലേ? ആളാണ് മെയിൻ ആയിട്ടുള്ളത്. അവന് സ്കൂളിൽ പോകണം, അതുകൊണ്ട് മോൻ എത്തിയിട്ടില്ല. പക്ഷെ ബാക്കി 2 പേരെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ നമുക്ക് 5ഓളം സ്ഥാപനങ്ങളില്ലേ, ഇനി ഇത് കൂടി വന്നു കഴിയുമ്പോൾ ഒരു നമുക്ക് മോനെയും കൂടി ഇരുത്തി ഒരു ഇന്റർവ്യൂ ചെയ്യാം. അങ്ങനെ ആവട്ടെ, കൂടട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ദിവസം തോറും വില ഇങ്ങനെ കൂടി വരുന്നു. ഇന്ന് ഇച്ചിരി കുറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റീസെന്റ് ലാസ്റ്റ് ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 1 മന്ത് ആയിട്ട് ഡിസ്കഷനിൽ വരുന്ന കാര്യമാണ് പൊന്നിന്റെ വില ഒരുപാട് കൂടുന്നു എന്നുള്ളത്. സ്വർണ്ണ വില ഭയങ്കരമായിട്ട് കൂടുന്നു, ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തുന്നു. എന്നാൽ ലാസ്റ്റ് ആയിട്ട് ഒരു 3 days ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജൂവലറിക്കാർക്ക് എന്താ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? കൂടിയാലും കുറഞ്ഞാലും ജ്വല്ലറിക്കാർക്ക് ബെനിഫിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കൂടിയാലും ടെൻഷനാണ്, കുറഞ്ഞാലും ടെൻഷനാണ്. കൂടിക്കഴിഞ്ഞാൽ കച്ചവടം പോയി, ആൾക്കാർ വരത്തില്ല. കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കൂടുന്നത്. പിന്നെ കസ്റ്റമർ വരണ്ടേ? പിന്നെ കൂടുതൽ വരുന്നത് കസ്റ്റമർ ഗോൾഡ് വിൽക്കാനായിട്ടാണ് വരുന്നത്. കൂടുമ്പോൾ ആ കൂടിയ റേറ്റിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ എത്ര കച്ചവടം നടന്നാലും കൂടിയിട്ട് കാര്യമില്ല. കുറയുമ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇന്നിപ്പോൾ കുറഞ്ഞു, ആരും വരത്തില്ല, നാളെ വീണ്ടും കുറയും. കറക്റ്റ് ഒരു വാല്യൂവിൽ കുറച്ച് നാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബിസിനസ്സിന് നല്ലത്. ലക്ഷ്മി നല്ലത്. ചേച്ചി വീഡിയോയിൽ കാണുന്ന ആളല്ലല്ലോ, സംസാരിക്കും. ചേച്ചിയെ ഇപ്പൊ പലരും പറയാറുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോഴേ, ചേച്ചീനെ ഭയങ്കര നാണക്കാരിയായിരുന്നു, ഒരു വിധം സംസാരിക്കാൻ പഠിപ്പിച്ചെടുത്ത ഞാനാണ്. ശരിയല്ലേ? ആണോ? ചേച്ചിയോട് കേട്ടാണോ? ചേട്ടൻ കാരണമാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഇതിനകത്തോട്ട് കൊണ്ടുവന്നതും നമ്മുടെ
കൊണ്ടുവന്നതും പുള്ളിക്കാരൻ ബ്രദറും കൂടെ ഉണ്ട് കേട്ടോ, നമ്മളെ കൂടെ രഞ്ജിത്ത് എന്ന് പറയും. ഞാനും പുള്ളിയാണ് പാർട്ണർ. ലക്ഷ്മി മാനേജിംഗ് ഡയറക്ടറായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാനും രഞ്ജിത്തേട്ടനും ലക്ഷ്മിയോടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ വിജയത്തിന് പിന്നിൽ ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ കണ്ടാണ് ഒരുപാട് പേര്. ചേച്ചി ഇങ്ങനെ തിരിച്ചു നോക്കുക. പക്ഷെ രശ്മി മിണ്ടുന്നില്ലല്ലോ. രശ്മി ഈ കണ്ണി കണ്ട അല്ല കാണുന്ന ആൾക്കാരെല്ലാരും പറയും ലക്ഷ്മി മിണ്ടുന്നില്ല, ലക്ഷ്മി മിണ്ടുന്നില്ല അല്ലേ. നമുക്ക് ആ പരാതി ഒന്ന് മാറ്റി കൊടുക്കണം. അവസരം താ. ഇനി ചേച്ചിയോടുള്ള ചോദ്യമാണ്. ഞാൻ ചേട്ടന്റെ ചോദ്യം കഴിഞ്ഞു. ചേച്ചി എങ്ങനെ പറയുമെന്ന് നമുക്ക് നാട്ടിൽ കാണിക്കാമല്ലോ. അതെ, ചേച്ചി സ്ഥിരം നമ്മൾ വീഡിയോസിൽ കാണുന്ന ഓർണമെന്റ്സിനെ പറ്റിയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത് പറയാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അതെ ചേട്ടനോട് ചോദിച്ചോളാം. ചേച്ചിയോട് വേറെ ചോദ്യം ചോദിക്കാം. നമ്മളിതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5-6 വർഷത്തിന് മുകളിലായി എന്ന് പറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും പണിക്കൂലി കുറവ് കൊടുക്കുന്ന വൺ ഓഫ് ദി ജ്വല്ലറി നമ്മൾ തന്നെയാണ്. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താ? ചെറിയ പ്രോഫിറ്റ് വലിയ കച്ചവടം, അത് ഉദ്ദേശിച്ചിട്ടാണ്. കറക്റ്റ്. ചെറിയ പ്രോഫിറ്റ് മതി, എന്നാൽ ഒരുപാട് ബിസിനസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുമാത്രമല്ല, ഇപ്പോൾ കിങ്ങിണിയെ പോലുള്ള ഒരുപാട് കുട്ടികളും പെൺകുട്ടികൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് പൈസ ആക്കി കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ശരിയല്ലേ? അപ്പോൾ അവരുടെ അധ്വാനം പണിക്കൂലിയിൽ ലക്ഷങ്ങൾ പോവാതെ 1000 പോയാൽ മതി അല്ലേ? അതാണ് ഹമാര ചോയ്സിന്റെ ഉദ്ദേശം. കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റണം, കൂടുതൽ ബിസിനസ് നടക്കണം, വലിയ ബിസിനസ് നടക്കണം. ഈ ഐഡിയ ആരുടെ ആയിരുന്നു? ഈ ഐഡിയ എന്ന് പറയുമ്പോൾ ഞാൻ പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ കൂടുതലും നല്ല പറഞ്ഞത്, പക്ഷേ നമുക്കൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ബിസിനസ് ആയിരിക്കണം. നേരത്തെ ഉള്ള ഐഡിയ ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് നമുക്ക് 5 കടകളായത്. അല്ലാതെ വലിയ പണിക്കൂലിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരു കട ഇപ്പോൾ പൊളിഞ്ഞന. ലക്ഷ്മി ഓക്കെ, ഇത് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു കാര്യം, നമുക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെ തുടങ്ങാന്നൊക്കെ തീരുമാനിച്ചത് എങ്ങനെയാണ്? അതിനെപ്പറ്റി കഥ പറയേണ്ടി വരും. ചിലപ്പോൾ ഇത് നമ്മുടെ ഇന്റർവ്യൂ തന്നെ സമയം ചെറുതായിട്ട് പറഞ്ഞോ. അറിയാന്നുള്ള ബിസിനസ് അല്ല. ജനിച്ചു വീഴുമ്പോഴേ ആരും ബിസിനസ് പഠിച്ചിട്ടല്ല വരുന്നത്. അല്ല, ചേച്ചി ആകപ്പാടൊന്ന് വാതുറന്ന് സംസാരിച്ചത് അറിയാവുന്ന ബിസിനസ് ചെയ്യാന്ന് അപ്പത്തിന്റെ തർക്കിച്ചു. അല്ലല്ല, അങ്ങനെയല്ല. അറിയാവുന്ന ബിസിനസ് എന്നുള്ള കേസിലല്ല. നമ്മളൊരു ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് അതിനോട്ടൊരു ഇഷ്ടം തോന്നണം അല്ലേ. പണ്ട് +2 നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ പോകുമ്പോൾ അവിടെ 1-2 ജൂലിയേഴ്സ് ഉണ്ട്, നല്ല സുന്ദരമായ പയ്യന്മാർ. നല്ലോണം കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാനായിട്ട് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇത് പഠിക്കണം. പഠിച്ചാലല്ലേ പറ്റുള്ളൂ. പലരും അമ്മമാരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ മോനൊരു ജോലി കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. സ്വർണ്ണത്തിനെ പറ്റി അറിയാതെ നമ്മൾ അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പഠിച്ചു. സെയിൽസ്മാനായിട്ട് ഏകദേശം ഒരു 10 വർഷം വർക്ക് ചെയ്തു. പിന്നെ മാനേജറായി. സെയിൽസ്മാൻ ആയിട്ടാണ് ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തത്? സെയിൽസ്മാൻ ആയിട്ടല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യം ചെല്ലുമ്പോൾ സെയിൽസ്മാൻ അല്ല. അവിടുത്തെ മുതലാളിക്ക് ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം, അവിടുത്തെ ഗ്ലാസ് തുടയ്ക്കണം, ഇങ്ങനെ ഒരുപാട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് സെയിൽസ്മാൻ ആവുന്നത്. മാനേജറായി. നമ്മൾ വർക്ക് ചെയ്ത കടയിൽ ആത്മാർത്ഥപരമായിട്ട് വർക്ക് ചെയ്ത് അവിടെ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ 1-2 ജ്വല്ലറിയിൽ വർക്ക് ചെയ്യാമല്ലോ. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വിജയത്തിന് കാരണം ജിയോ ആണ്. ജിയോ വന്ന് ഈ എന്താണ് നെറ്റിൻ്റെ 2 GB ഒക്കെ ഫ്രീ ആയിട്ട് തന്നപ്പോൾ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നെറ്റ് തന്നപ്പോൾ കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും വിജയിച്ചത്. അങ്ങനെ ഞാൻ ഇതെന്താ അതിൻ്റെ ഇടയ്ക്ക് ജിയോ അല്ല, ജിയോ ഭയങ്കര ഇതല്ലേ ചെയ്തത്. ഞാൻ 2 GB വാങ്ങി 250 രൂപ മുടക്കിയ സ്ഥാനത്ത് നമുക്ക് 3 കിട്ടിയില്ലേ. ജ്വല്ലറി ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയും ഒരു പങ്കാളിയാണ്. പിന്നെ എല്ലാവർക്കും, എല്ലാ ബിസിനസ്സിനും ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ എങ്ങനെ ആവാൻ കാരണവും ഇവരല്ലേ, അവരാണ്. അതെ, നമുക്ക് അൺലിമിറ്റഡ് നെറ്റ് ഉണ്ട്, നമുക്ക് കണ്ടന്റ്സ് എടുക്കാം, അത് കാണാൻ ആൾക്കാരുണ്ട്. എന്താണ് ജിയോയുടെ അടിയാണ് ഞാൻ ബിസിനസ്സിലും കൊണ്ടുവന്നത്. ഓക്കെ, കുറച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് വരത്തില്ലേ. പിന്നെ കൂട്ടാന്നല്ല, ഇപ്പോഴും കുറവാണ്, അന്നും കുറവാണ് അല്ലേ, ഇന്നും കുറവാണ്. ചേച്ചി മിണ്ടുന്നില്ല കേട്ടോ. പറഞ്ഞു രശ്മി പറഞ്ഞു. ഇനി രശ്മി പറഞ്ഞു ഞാൻ സ്പേസ് കൊടുക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ ജാങ്കോ സ്പേസ് എടുത്തോ ചേച്ചി? ഫസ്റ്റ് ജ്വല്ലറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും നിങ്ങൾ ഈ ഒരുമിച്ച് ഒരു സപ്പോർട്ടിലായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടാവുക? ഓൺലൈൻ മാത്രമായിട്ടാണ്. ഇപ്പോഴും ഓൺലൈൻ ഉണ്ട്. ഇന്ത്യക്കകത്ത് എല്ലായിടത്തും നമ്മൾ ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. ഫ്രീ ഡെലിവറി ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ആക്ച്വലി പൈസ കിട്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറയുന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതെനിക്ക് മനസ്സിലായില്ല. ഉദ്ദേശിച്ചത് ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓൾറെഡി പൈസ തരുന്നുണ്ട്, അതിന്റെ പൈസ നമ്മൾ ഈടാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പറയുമ്പോൾ ഫ്രീ. ആ സത്യം അങ്ങ് വെളിപ്പെടുത്തി. അല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതെ, ആയിരിക്കണം. ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാലും അതിന്റെ പൈസയും കൂടെ നമ്മൾ ഓൾറെഡി വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ. മേക്കിംഗ് ചാർജിൽ അതും കൂടെ വാങ്ങിക്കും. എല്ലാവരും അങ്ങനെ തന്നെ. ഇതിന്റെ ഫ്രീ എന്ന് പറയും. ഞാൻ പറയും ഒരിക്കലും ഫ്രീ എന്ന് പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്. അതൊന്നും പറയണ്ട. ചേട്ടൻ എന്തൊരു സത്യസന്ധനാണല്ലേ, എല്ലാം അങ്ങ് തുറന്ന് പറയുന്നുണ്ട്. അല്ല, അത് പറയണം. അത് പറയുന്നതുകൊണ്ടാണ് ബിസിനസ് കിട്ടുന്നതെന്ന്. തീർച്ചയായിട്ടും. ഇപ്പൊ വീഡിയോക്കകത്ത് നമ്മൾ കട്ട ഒന്നുമില്ല.
ഞാൻ എടുക്കുന്ന ഗോൾഡിൻ്റെ വീഡിയോയ്ക്ക് അതും കട്ടുമില്ല, കോപ്പിയില്ല, പേസ്റ്റും ഇല്ല. നേരെ വരുന്നു, കണ്ടന്റ് എടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മളും അതുപോലെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറ, ചേച്ചിയുടെ ഫസ്റ്റ് ഷോറൂം സ്റ്റാർട്ട് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് തുടങ്ങിയത്, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഷോപ്പ് ഇട്ടു, ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ് തുടങ്ങിയത്. ഇതുവരെയുള്ള ഒരു ജേർണിയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, 5 ഷോപ്പുണ്ട്, ട്രിവാൻഡ്രത്ത് 2 ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് റേറ്റ് എങ്ങനെയായിരുന്നു ഇങ്ങനെ കൂടി വന്നത്? ഫസ്റ്റ് ട്രിവാൻഡ്രത്തായിരുന്നു ഷോപ്പ്, ഓൺലൈനിൽ മാറി, പിന്നെ ട്രിവാൻഡ്രത്ത് ഷോപ്പ് ഇട്ട്. അപ്പോൾ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഷോപ്പിൻ്റെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെയല്ല. നമ്മുടെ ഷോപ്പ് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രശ്മി എൻ്റെ അളിയനും രഞ്ജിത്തേട്ടനും കൂടെ ഹാൻഡിൽ ചെയ്യായിരുന്നു. പിന്നെ ഹമാര ചോയ്സ് നല്ലോണം ഹാൻഡിൽ ചെയ്യായിരുന്നു. അപ്പോൾ നല്ല ബിസിനസ് കൂടിയപ്പോൾ ഞാൻ അവിടുത്തെ ജോലി ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ 2 ഷോപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തു. പറഞ്ഞോ. പിന്നെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തപ്പോൾ ചേട്ടൻ ഇല്ലാതെ പറ്റൂല എന്നായപ്പോൾ ചേട്ടൻ അവിടെ റിസൈൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഹമാര ചോയ്സിൻ്റെ കൂടെ, അപ്പോഴും ഹമാര ചോയ്സിലുണ്ട്, ഫ്രണ്ടിലില്ലാന്നേ ഉള്ളൂ, വീഡിയോസ് കാര്യങ്ങളിലൊന്നുമില്ല. ബാക്കിയെല്ലാം ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ സ്റ്റാർട്ട് ആക്കിയത് കേരളം മാത്രം പോലും നമ്മളിങ്ങനെ വളർത്തി പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവിടെ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്, തൃശ്ശൂരും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അടിപൊളി, പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ ഷോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇൻഡസ്ട്രിയിൽ ഞാൻ 20 വർഷമായി എന്ന് പറഞ്ഞാൽ എനിക്ക് 40 വയസ്സിൽ കൂടുതലില്ല, 38 വയസ്സേ ഉള്ളൂ. അത് ഞാനിവിടെ ചോദിച്ചില്ലല്ലോ. ആലോചിക്കണം, ചേട്ടൻ 20 വയസ്സ് തല കറുപ്പിച്ചോണ്ട് വന്നിരിക്കുകയാണെന്നും ചിന്തിക്കും. ശരിയല്ലേ? ശരിയാ, ചേട്ടൻ്റെ ഫാൻസിന് ചിലപ്പോൾ വിഷമം. ആൾക്കാർ ഇപ്പോൾ ഇത് കാണുന്നവരെ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ആയിരിക്കും ഉമ്മാർ ഇരുന്ന് ഭയങ്കര പൊക്കിയടിയാണല്ലോ. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പന്തം വിട്ടു എന്താ പറയുക, കേരളത്തിലൊരു 60% പിള്ളേർക്കും ഇപ്പോൾ കിങ്ങിണിയെ പോലുള്ള പിള്ളേർക്കും നമ്മളറിയാം. കിങ്ങിണി വന്നിട്ട് പറയണേ, ചേട്ടാ ഇൻട്രോ എടുക്കാനായിട്ട് ഒന്നും അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരേ. ഞാൻ പറഞ്ഞു, ഇത് നമ്മളെ കണ്ടില്ലാത്ത ആളിൻ്റെ അടുത്താണല്ലോ പെട്ടത്. പക്ഷെ ഞാനത് മാനേജ് ചെയ്ത് പോയില്ലേ. ഒരുവിധപ്പെട്ട പെൺകൊച്ചുങ്ങൾക്കൊക്കെ അറിയാം. ഞാനും കണ്ടിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നോർമലി അറിയുന്ന കാര്യങ്ങളില്ല, നമ്മൾ വീഡിയോസിൽ കണ്ടത് മാത്രമേ വെച്ച് നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല. നല്ല റെഫറൻസ് ഉണ്ടാവണമല്ലോ. ബേസിക്കലി ഞാൻ ചെയ്യുന്ന ഇന്റർവ്യൂസ് ഒക്കെ എല്ലാവരും പറയുന്ന ഒരു മെയിൻ പോയിന്റ് അതാണ്, റെഫറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് റെഫറൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ പറഞ്ഞത്. മനസ്സിലായി. ഈ ഒരു ജനറേഷനിൽപ്പെട്ട പെൺകൊച്ചുങ്ങൾ ഇൻസ്റ്റ അല്ലേ, യൂട്യൂബ് അല്ലേ, FB ഇതെല്ലാം കണ്ടിരിക്കണം അല്ലേ? ശരിയല്ലേ? ശരിയാണ്. എനിക്കുള്ള ട്രോളാണോ? അപ്പോൾ അതിനകത്ത് കണ്ടില്ല, അത് തന്നെയുള്ളൂ, അതല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല, ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇന്റർവ്യൂവിന് വന്നിരുന്ന സമയത്ത് അങ്ങനെ ഒരു പോയില്ലെന്നുള്ളതല്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് പോയില്ലേ. ഒരുപാട് സ്വർണ്ണമുള്ള ആൾക്കാർ നമ്മളത് അധികം കാണാറില്ല. എന്റെ ചേട്ടാ നോക്ക്, നിങ്ങൾ വരുമ്പോ സമ്മാനമൊക്കെ കൊണ്ടുവരണം അല്ലേ? ഇനി അങ്ങനെയാ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോ? അല്ലല്ല, സമ്മാനം അവള് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം രശ്മി പറഞ്ഞേ അല്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇവിടെ നിന്ന് വിളിച്ച് ഇന്റർവ്യൂ എടുക്കുന്ന ആൾ, ഇത് കട്ട് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ പറയാം. വിളിച്ചിട്ട് എന്നെ ഒരാളെ തന്നു. ഞാൻ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ എനിക്ക് തന്നു. അപ്പം അതിൻ്റെ ആളുടെ പേര് ഞാൻ മറന്നു കേട്ടോ, അപ്പോൾ ശ്രീനാഥ്. പിന്നെ പറഞ്ഞു നമ്മൾ ചൊവ്വാഴ്ച വരാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വരാൻ പറഞ്ഞു. അപ്പം ഇന്നലെ രശ്മിക്ക് മറ്റേ കൊച്ചു മെസ്സേജ്, അവളെൻ്റെ വീഡിയോ കാണും, ഒരു കോൺടാക്ട് ചെയ്യുന്ന ചേട്ടൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ട്. രജനി പറഞ്ഞ് മറ്റേ ആൾ വരത്തില്ല, ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ആളില്ലാതെ മറ്റേ പെൺകുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ ഇതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചാൽ മറ്റേ പുള്ളിക്കാരനെ കിട്ടത്തില്ല എന്ന്. അപ്പോൾ നൈസായിട്ട് ആളുടെ വണ്ടിയിലൊക്കെ വെച്ച് ഞാൻ രശ്മിയോട് പറയാൻ ചെയ്ത്, എടി എനിക്ക് മെസ്സേജ് ഇട്ടില്ല, നിനക്ക് മെസ്സേജ് വന്ന്. എൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, അവർ നമ്മളെ ബിസിനസ്സുകാരാണ്, അവർ വിചാരിച്ചെന്താണ് മറ്റേ പുള്ളിക്കാരൊന്നുമില്ല. അപ്പോൾ നൈസ് സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ ആദ്യം എൻ്റെ പറഞ്ഞതെന്നറിയാമോ, മറ്റൊരാളിനാകുമ്പോൾ എല്ലാം അറിയാം, നല്ല കുറച്ചുകൂടെ വലിയ സൂപ്പർ ആങ്കറാണ്, പുള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫ്ലൈറ്റ് മാറ്റിയിട്ട് പറഞ്ഞു, ജിസ്മിക്ക് കുറച്ച് കംഫർട്ട് ചിലപ്പോൾ ലേഡീസ് ആയിരിക്കും. ഞാൻ ഗിഫ്റ്റിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞേട്ടാ. അപ്പം ലക്ഷ്മി പറയുന്നത് ആ ലേഡീസ് തന്നെ ചേട്ടാ നല്ലത്, അവിടെ ഒരു നല്ലൊരു മൂക്കുത്തി ഇട്ടിട്ടുണ്ട്, നമുക്ക് ആങ്കറിന് ഒരു നല്ല മൂക്കുത്തി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇതിനകത്ത് അവള് ബാഗിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നല്ലൊരു മൂക്കുത്തി. ഞാൻ കണ്ടന്റ് അതാണ് വന്നത്, നല്ലൊരു നോസ്പിന് അല്ലേ ആൾക്ക്. ഇതൊന്നും അറിയില്ല. ഞാൻ കുറച്ചുമ്പോ ചേച്ചി എടുത്ത് പറഞ്ഞേ, ഗൈസ് നിങ്ങൾ ഓഡിയൻസ് ഇത് കേൾക്കണം. ഞാൻ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് പണിക്കൂലി ഇല്ലാതെ ഗോൾഡ് കൊടുത്ത് നോസ്പിൻ കൊടുത്തുള്ള വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നേരത്തെ പറയണ്ടേ ഞാനും വരുമായിരുന്നു, എനിക്ക് നോസ്പിൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു 10 മിനിറ്റ് വരെ ഇന്റർവ്യൂ തുടങ്ങുന്ന മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ ബാഗിനകത്ത് നോസ്പിൻ ഇല്ലെങ്കിൽ പണിയാവും, തീർന്നു. നോസ്പിൻ കിട്ടാതെ ഞാൻ ഈ ഗസ്റ്റിനെ ഇവിടെ തടഞ്ഞു നിർത്തും, ഇവിടെ ഞാൻ വിടൂലാന്ന്. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോസ്പിന് പണിക്കൂലി ഇല്ലാതെ കൊടുത്തെന്ന് വെച്ചാലേ, സ്വർണ്ണത്തില് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു ഓർണമെന്റ് ഞാൻ വെളിപ്പെടുത്തുകയാണ്, അത് നോസ്പിനാണ്.
വേറൊരു സാധനത്തിനും അത്രത്തോളം കമ്മലിന് പോലും അത്രയും ഭംഗിയില്ല. ഇല്ല, നോസ്പിൻ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയാണ്. അതൊരു എക്സാമ്പിൾ ആണ്. എൻ്റെ മേത്ത് ആകെയുള്ളൊരു ഗോൾഡ് നോസ്പിൻ, വേറൊന്നുമില്ല. രശ്മി അങ്ങനെ ഗോൾഡ് ഇടാതിട്ടില്ല. ഇത് ഫാൻസിയാണ്. ഇത് ഷോപ്പിൽ നിന്ന് എടുത്ത ഡയമണ്ട് നെക്ലസും ഡയമണ്ട് ബാങ്കിളും. എന്റെ ചോദിച്ചു ചേട്ടാ ഇത് എന്റെ താലിമാല വരെ ഊരി വെച്ചേക്കുന്നു. തിരിച്ച് ഷോപ്പിൽ വെക്കുവോ? ഷോപ്പില് തിരിച്ച് ഞാൻ അങ്ങനെ ഷോപ്പിൽ ഇടാറില്ല. ലക്ഷ്മി സിമ്പിൾ മാലയും സിമ്പിൾ താലിയാണ് ഇട്ടിട്ടുള്ളത്. ഗോൾഡിലാണോ ഡയമണ്ടിലാണോ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വരുന്നത്? രണ്ടിലും പ്രോഫിറ്റ് ഉണ്ട്. ഡയമണ്ടിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും 100% റീസെയിൽ വാല്യൂ കൊടുക്കുന്നത് കാരണം നമ്മൾ 100% റീസെയിൽ വാല്യൂ ആണ് ഡയമണ്ടിന് കൊടുക്കുന്നത്. അപ്പോൾ 10,000 രൂപ ഡയമണ്ട് ആണേ, ബാങ്ക് ചാർജ് അല്ല. ഡയമണ്ട് തിരിച്ചു കൊടുത്താലും അതിന് 10,000 രൂപ തന്നെ നമ്മൾ കൊടുക്കും. സോ രണ്ടിനും ഒരേ എഫക്റ്റ് ആണ്. ഗോൾഡിനും അതിനും അത്ര പ്രോഫിറ്റ് ആണ്, വലിയ പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞില്ലേ 100% ബൈബാക്ക് കൊടുക്കുന്ന ഒരു ഷോപ്പും ഉണ്ടാവില്ല. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് അതിനൊക്കെ അത് നമ്മളാണ് അതിന് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നല്ല ഡയമണ്ടിൻ്റെ സെയിലുണ്ട്, അതങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് ഡയമണ്ടിൽ. പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഈ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് അങ്ങനെ ഓരോ ഇപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ ഏജിലുള്ള ആൾക്കാർക്കെല്ലാം കൂടുതൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ കളക്ഷൻസിലൊക്കെ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്? ലൈറ്റ് വെയിറ്റിൻ്റെ കളക്ഷൻസിൽ നമ്മൾ ആദ്യം ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിനൊക്കെ കൊടുക്കുമായിരുന്നു. ഏറ്റവും ലൈറ്റ് വെയിറ്റ് വാങ്ങിക്കുന്നത് ആരൊക്കെയെന്നറിയാം? വളരെ പാവപ്പെട്ട ആൾക്കാരും പിന്നെ കുറച്ച് മോഡേൺ ഉള്ള ആൾക്കാരും, കാരണം കോളേജ് പിള്ളേർ അങ്ങനെയുള്ള ആൾക്കാർ. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്വർണ്ണം പെട്ടെന്ന് പൊട്ടിപ്പോകും. സോ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്വർണ്ണം നമ്മൾ തീരെ നൈസ്, അത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. കാരണം ഒരു പാവപ്പെട്ട ആൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പൊട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റിൻ്റെ പണിക്കൂലി കൂടുതലുമാണ്. 18 ക്യാരറ്റിലാണ് അത് വരുന്നത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമമാണ്. ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലോസും ആണ്. അതുകൊണ്ട് നമ്മൾ തീരെ ലൈറ്റ് വെയിറ്റ് ഇല്ല. 1 ഗ്രാമിന് 1/2 ഗ്രാം വരെയൊക്കെ ഓക്കെയാണ്. പക്ഷെ 1/2 ഗ്രാമിന് താഴെയുള്ള ചെയിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. കിട്ടും, 200 മില്ലിക്ക് ചെയിൻ കിട്ടും, ഒക്കെ കിട്ടും. നമ്മുടെ ഷോപ്പിൽ 2,500 രൂപയ്ക്ക് ലേഡീസിനുള്ള റിങ് കിട്ടും. ഇപ്പോൾ കിങ്ങിണിക്ക് വേണമെങ്കിലും ഇപ്പോൾ സ്വർണ്ണം എത്ര ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ, 2,500 രൂപ മോതിരം വാങ്ങിക്കാം. ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 6,000 രൂപ ഉണ്ടെങ്കിൽ ചെയിൻ വാങ്ങിക്കാം. സിമ്പിൾ. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അറിയാം, എന്നാലും ലൈറ്റ് വെയിറ്റ് ഇടാനായിട്ട് അങ്ങനെ വാങ്ങിക്കാം. നോസ്പിന് നമ്മൾ പണിക്കൂലി ഇല്ലാതെ കൊടുത്തപ്പോൾ 100 മില്ലി 1,300 രൂപയ്ക്ക് നോസ്പിന് കിട്ടും. ഗോൾഡിൻ്റെ കേട്ടോ. പിന്നെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റോൺ ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ എല്ലാ ഐറ്റംസ്, കമ്മലാണെങ്കിലും അതുപോലെ ചെറിയ 1/2 ഗ്രാമിൽ 18 നല്ല കമ്മൽ കിട്ടും. സിൽവർ അല്ലേ, ഈ സിൽവറിന്റെ ചെയിനൊക്കെ 500 രൂപ 600 700 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ 10 രൂപയായി. ഗിഫ്റ്റ് കിട്ടിയതാ, എല്ലാം ഗിഫ്റ്റാണ്. അതെ, നിങ്ങളും ഗിഫ്റ്റ് ഇത് ഈ ഇവിളൈസിന്റെ ഇതാ ഞാൻ ചോദിച്ചത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ ട്രെൻഡ്സ് ആയിട്ട് വരുന്നത്. കണ്ണ് കിട്ടാതിരിക്കാനായിട്ടാണ്, കണ്ണ് കിട്ടാതിരിക്കാന്നുള്ള. അപ്പൊ അതൊക്കെ നമ്മൾ ഗോൾഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഗോൾഡിലും ചെയ്യും. സിൽവർ നമുക്ക് സിൽവറിന്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പ് നമ്മുടെ ഷോപ്പ് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 3 ഷോപ്പിലും കൂടെ നല്ല സിൽവറിന്റെ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാനിപ്പം ചോദിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഈ പുതിയ ട്രെൻഡിങ്, ഇപ്പൊ ഈ പറഞ്ഞ ഇവളൈസർ ഒക്കെ വളരെ റീസെന്റ് ആൾക്കാർക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് തോന്നി. കണ്ണ് കിട്ടാതിരിക്കാൻ, ഇല്ലെങ്കിൽ എല്ലാ ഓർണമെന്റ്സിലും ഇവളൈസ് കൊണ്ടുവരുന്ന ഇതിലൊക്കെ ടീനേജേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചേട്ടനും കളക്ഷൻസിൽ കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്? ട്രെൻഡ് വരുമ്പോൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കാറുണ്ടോ? ട്രെൻഡ് വരുമ്പോൾ അപ്ഡേഷൻസിന് ശ്രമിക്കാറുണ്ട്. എപ്പോഴും ലൈറ്റ് വെയിറ്റ് ഒരു ട്രെൻഡ് തന്നെയാണ് അല്ലേ? കാര്യം അതുപോലെ തന്നെ നമ്മൾ ഈ കോളേജ് കുട്ടികളായിട്ട് ഒക്കെ വളരെ നല്ല രീതിക്കാണ്. അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ വുമൻസ് കോളേജിൽ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും നമ്മളെന്തോ പരിപാടിക്ക് അവർക്കും നോസ്പിനാണ് സമ്മാനം കൊടുത്തിരുന്നത് അല്ലേ? ഡയമണ്ട് നോസ്പിന്. പിന്നെ ഡയമണ്ട് എടുക്കാന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മോളെ ഡയമണ്ടിനെക്കാട്ടും ഭംഗിയുള്ള ഇതെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. എനിക്കുള്ള ട്രോളാന്ന് തോന്നുന്നു കൂടുതൽ ഇന്റർവ്യൂല്. ഇല്ലല്ല, പിന്നെ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് ഇടയ്ക്ക് പറഞ്ഞോ. ഇതിപ്പോ നമ്മളെ ഫാമിലി എന്നൊക്കെ അങ്ങ് പോകും അല്ലേ? നമുക്ക് നമ്മുടെ പ്രൊമോഷൻ കൂടെ വേണ്ടേ? പിന്നെ ഹമാര ചോയ്സ് കൂടെ ഇടയ്ക്കിടയ്ക്ക് രശ്മി പറയണം അല്ലേ? നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ നമ്മുടെ ഹമാര ചോയ്സിന്റെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടാൽ മതി. എനിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഈ പേരിട്ടത്? അതാ ഞാൻ ചേട്ടാ ഞാൻ അതാ ചോദിക്കാൻ വന്നേ. ഇപ്പൊ ഞാൻ അതാ ചോദിക്കാൻ വന്നേ. നമ്മൾ എന്ന് എവിടെ പോയാലും ആൾക്കാർ എൻ്റെ അടുത്ത് കോൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ എന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് ചേട്ടാ അല്ലെങ്കിൽ കെ ഈ ഹമാര ചോയ്സ് എന്നുള്ള പേരിടാൻ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ചേട്ടാ ഇങ്ങനെ ചോദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ പേരിട്ടത്. വേറെ ഒന്നുമില്ല, നമ്മൾ കേരളത്തിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഇട്ടതാ. എല്ലായിടത്തേക്കും പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ വലിയ ബ്രാൻഡാണ്, പുറമേയുള്ള ബ്രാൻഡ് ആണോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് എന്നോട് ഇവിടെ ഓഫീസിലെ ആൾ ചോദിച്ചു ഹമാര ചോയ്സ് എന്ന് പറഞ്ഞപ്പം ഇത് പുറത്ത് നിന്നെങ്കിലും ആണോ ചോദിച്ചു. അങ്ങനെ ചോദിക്കണം അല്ലേ? ചോദിക്കണം. ഇത് ഈ പേരാണ് സജസ്റ്റ് ചെയ്ത് തരാം. നമ്മളെല്ലാം കൂടെ ഇരുന്ന് ഞാൻ ആദ്യം ആലോചിച്ചു രശ്മി ജ്വല്ലറി. അത്
പിന്നെ ഞാൻ എൻ്റെ ചാനൽ ആളിനോൾ ഇടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് വലിയ പാട്. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ആളിനോൾ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമൺ ആയി പോകും. പിന്നെ നമ്മുടെ 3 പേര് പാർട്ട്നേഴ്സ് ആദ്യം ഉണ്ടായിരുന്നു. പുള്ളിരാജേശ്വരി എസ്, പിന്നെ മറ്റേ ആളുടെ R, എൻ്റെ SRK. നോക്കുമ്പോൾ ഷാരൂഖ് ഖാൻ തന്നെ അതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ. അപ്പോൾ നമുക്ക് ഒരു സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു പെട്ടെന്ന് ഗൂഗിളിൽ നമ്മൾ വരണം, ആർക്കും ഇല്ലാത്ത. അപ്പോൾ ഹമാര ചോയ്സ് എന്ന് അടിച്ചപ്പോൾ വേറെ അങ്ങും ഇല്ല. കുറച്ച് റെയർ ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഇനി അങ്ങോട്ട് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന അതേ ഉദ്ദേശിച്ചുള്ളൂ. കാര്യം ബ്രാൻഡിങ് വരുമ്പോൾ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് ആ പേരിൽ വേറെ ആരും ഉണ്ടാവരുത് കേരളത്തിൽ. അതിപ്പോ അങ്ങനെ തന്നെയാണ്. ആ ഒരു പേരിൽ ഇപ്പൊ നിങ്ങൾ മാത്രമല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 1-2 പേര് നമ്മളെ പേര് വെച്ചിട്ടൊക്കെ അല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ പറയുന്നില്ല. സാമ്യമായ രീതിയിലൊക്കെ എല്ലാവർക്കും ഇടാം, അതവര് ബിസിനസ്. പക്ഷേ നിങ്ങളെല്ലാം ചിന്തിക്കും എല്ലാവരും തമ്മിൽ ബിസിനസ്സുകാർ ഇല്ലേ, ഓണേഴ്സ് തമ്മിൽ എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കടയിൽ വരുമ്പോൾ അവരൊരു ഷോപ്പിൽ ബിസിനസ് കിട്ടണമെന്ന് ആഗ്രഹിക്കും. മറ്റുള്ളവർ നമ്മൾ നേരിട്ട് കാണുമ്പോഴൊക്കെ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ബിസിനസ് എങ്ങനെ പോകുന്നു, നല്ലോണം പോകണം, അവരെ ഐഡിയാസും കൂടെ നമുക്ക് പറഞ്ഞു തരും. പലരും അങ്ങനെയുള്ള നല്ല ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ കൊളീഗ്സ് ആയിട്ട് എല്ലാവരും ഉള്ളത് എല്ലാവരും നല്ല ആൾക്കാരാണ്. ഇപ്പൊ ചേച്ചി ഇങ്ങനെ 15 പവന്റെ സെറ്റ് ഇല്ലെങ്കിൽ 5 പവന്റെ സെറ്റ് അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്ത് ഇപ്പൊ 5 പവനുള്ളിൽ 10 പവനുള്ളിൽ അത് ചെയ്യുന്നതാരാ? അല്ല, അങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഞാൻ പറയട്ടെ, ഈ സമൂഹത്തിൽ ഏറ്റവും 100 പവൻ ഇട്ടെടുക്കുന്ന ആൾക്കാർ ഒരു 1% ഉള്ളൂ, അല്ലെങ്കിൽ 2% ആൾക്കാരാണ് 100 പവൻ ഇപ്പോഴും ഈ റേറ്റിൽ. ഒരു 20 പവൻ വരെ എടുക്കുന്ന ആൾക്കാർ ഒരു 85% ഉണ്ട് കേരളത്തിൽ. അവരെ ഫോക്കസ് ചെയ്യുന്നതല്ലേ നല്ലത് ബിസിനസ്സിൽ. അപ്പോൾ ഹെവിനേക്കാൾ 5 പവൻ്റെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ 10-50 ആൾക്കാർ എൻക്വയറി ഉണ്ടാവുന്ന സ്ഥാനത്ത് 100 പവൻ്റെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എൻക്വയറി വരുന്നതിൽ കൂടുതൽ അതിനകത്ത് നെഗറ്റീവാണ് പറഞ്ഞത് വരുന്നത്. 100 പവനൊക്കെ ഇട്ട് അത് ചെയ്യുന്ന അതാണ് ഇതാണ് ചപ്പാണ് ചവറാണ്, ആര് വാങ്ങിക്കാനെന്നല്ല. നിങ്ങളൊക്കെ ഈ പറയുന്ന ശ്രീധരത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ ശ്രീധരത്തിന്റെ എത്ര പവന്റെ സ്വർണ്ണമാണ് ഇപ്പോഴും ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 25-5 അങ്ങനെ വരുമ്പോൾ ഒരു 15-20 പവൻ മാക്സിമം ഇപ്പോൾ ഒരു കസ്റ്റമർ വാങ്ങിക്കുന്നത്. നേരത്തെ ഒരു 2 വർഷം മുമ്പ് 100 പവൻ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം 35 പവനെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. 35 പവൻ വാങ്ങിക്കുന്ന ആളെന്ന് പറയുന്നത് ഇതിൽ പ്രശ്നം എവിടെയെന്ന് പറയുന്നത് അറിയാമോ? ഇങ്ങനെയൊക്കെ ഒരു സഹോദരി മൂത്ത ആളുണ്ടെങ്കിൽ അവർ 100 പവൻ വെച്ച് കെട്ടിച്ചു കൊടുത്ത് അയച്ചിട്ടുണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പോൾ അമ്മയും അച്ഛനും ആഗ്രഹിക്കും എൻ്റെ ഇളയ മോൾക്കും അതുപോലെ കൊടുക്കണം. അവിടെയാണ് ലൈറ്റ് വെയ്റ്റിൻ്റെ പ്രസക്തി. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ കാണിക്കണം, എല്ലാവരും ഇതല്ലേ ഉദ്ദേശം. നമ്മളിപ്പോൾ ഒരു നല്ല ഇപ്പോൾ ഡ്രസ്സ് ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊടുത്തതാണ് മിനിങ്ങാന്ന് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ ചേച്ചി പാവുണ്ട്. അതുപോലെ ഈ സ്വർണത്തിന്റെ കേസിലായിരുന്നാലും ഇപ്പോൾ അവർക്കും 100 പവൻ ഇടും 50 പവൻ ഇടുമ്പോൾ ഞാൻ ചേട്ടൻ ഓരോ കാര്യം പറയുമ്പോൾ ചേച്ചിയുടെ എക്സ്പ്രസ് സിനിമയിലൊക്കെ കാണുന്നാലും ഇങ്ങനെ നോക്കുന്നേ പാവുണ്ട് ചേട്ടാ. ഇല്ല, ഇതിപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞ് ആ പെണ്ണിന് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ എന്നെ ട്രോളാനും ചാൻസ് ഉണ്ട്. അങ്ങനെയും പറയും, ഈ സോഷ്യൽ മീഡിയയിലേ ഞാൻ അപ്പം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അപ്പോൾ ആ ചേച്ചി ഉദ്ദേശിക്കുന്നത് 100 പവൻ എൻ്റെ മോക്ക് കൊടുത്തു. ഒരു അവക്കും ആൾക്കാരെ കാഴ്ചയിൽ 100 പവൻ തന്നെ തോന്നണം, പക്ഷെ 50 പവൻ മതി. അപ്പോൾ ലൈറ്റ് വെയിറ്റിന് പ്രസക്തിയായി. ലൈറ്റ് വെയിറ്റിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഹമാര ചോയ്സും കൂടി നീക്കി വെച്ചിട്ട് നിങ്ങളുടെ കപ്പിൾ വീഡിയോസ് നിങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് കടന്നു വരാം. കുറച്ച് നേരം ഗോൾഡും കൂടി നീങ്ങിയിരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഈ കോണ്ടന്റ് ക്രിയേഷനിൽ ഈ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് നിങ്ങളുടെയും വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനും നല്ല റീച്ച് ഉണ്ട്. അതായത് സ്വർണ്ണം മാത്രം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ബോറടിക്കും. പിന്നെ എന്നും ഈ 10 പവൻ 15 പവൻ ഹായ് ഹമാര ചോയ്സ് വീഡിയോയിലേക്ക് സ്വാഗതം, 10 പവൻ്റെ വെഡിങ് സെറ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ കാണും, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ കാണണം. ഇത് കല്യാണം കഴിഞ്ഞൊക്കെ പോയിട്ട് അവർക്ക് പിന്നെ ഇത് കാണാനുള്ള താല്പര്യം ഇല്ല. കല്യാണം കഴിഞ്ഞല്ലോ പിന്നെ അടിയും പിടി സ്റ്റക്കൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നല്ല സ്നേഹത്തോടുള്ള വീഡിയോ ഇടുന്നതിന്റെ കാര്യം എന്താണ്? അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷം. പെട്ടെന്ന് കാര്യം പറഞ്ഞറിയാമോ? ഞാൻ തിരിച്ചു പറയും, ഞാൻ 7 പറയും, അവൾ 8 പറയും, പണി പാടും. ഇത്ര നേരം നോക്കി നോട്ടെ വേറെ രീതി നോക്കും, തീർന്നേനെ. അതുകൊണ്ടാണ് അല്ല കറക്റ്റ് 8 വർഷമായി. അപ്പോൾ 8 വർഷത്തിന്റെ ഇടയിൽ നമുക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നും. കല്യാണത്തിന്റെ ഡേറ്റ് പറ. കല്യാണത്തിന്റെ ഡേറ്റ് ഫെബ്രുവരി 4. കറക്റ്റ് ആണോ? പിന്നെ എന്നും ഞാൻ ആഘോഷിക്കുന്നതിൽ ഒരുപാട് പൈസ പൊട്ടുന്നതാണ്, ആ ഡേറ്റ് മാർക്കില്ല. ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഡേറ്റ് ഓർമ്മിച്ച് വെച്ചില്ലല്ലോ, കാരണം വെച്ചാൽ രശ്മിക്ക് വയസ്സാവണം എനിക്ക് ഇഷ്ടമല്ല.
എന്റെ ദൈവമേ, കണ്ടോ കണ്ടോ. പ്രായം കൂടി കഴിഞ്ഞാല് ചേട്ടന്റെ അറിയോ ചേച്ചിക്ക്? അറിയാം. അത് കോമൺ ആയിട്ട് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഡേറ്റ് ആണ്. 15. ഓ അങ്ങനെ, ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ എല്ലാവർക്കും ഫുള്ള് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് ചേച്ചിക്കാ? എനിക്ക്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നോണ്ടിരുന്നത് ഈ ബ്രൈഡ്സ് ഇപ്പൊ ആവറേജ് എടുക്കുന്ന എത്ര പവനാന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു തുടങ്ങിയിരുന്നത്. അപ്പോൾ ഒരു 20-25 പറഞ്ഞു. നോർമലി ബ്രൈഡ്സ് ചൂസ് ചെയ്തത് ഏത് മോഡലാണ്? ഇപ്പം ആന്റിക് അങ്ങനെയൊക്കെ കുറെ ഡിസൈൻസ് ഒക്കെ മാറി മാറി വരുന്നുണ്ടല്ലോ. അപ്പം ട്രഡീഷണൽ ഓർണമെന്റ്സ് ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്ന കുറെ കാറ്റഗറി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പഴയ രീതിയിലുള്ള ഓർണമെന്റ്സ് തന്നെ മതി, പഴയ ഡിസൈൻസ് മതി, ഇപ്പൊ പാലക്ക അല്ലെങ്കിൽ കുറെ അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പറയുന്ന വേറെ കുറച്ച് കാറ്റഗറി ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് കസ്റ്റമേഴ്സ് ആണ്? നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് നഗാസ് കളക്ഷൻസ് ആണ്. നഗാസ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ കാലങ്ങളിൽ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഒരു 4 മാല സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 25 പവൻ വേണമായിരുന്നു. അപ്പോൾ 4 മാല നമ്മൾ 10 മുതൽ സെറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ 8 മുതൽ സെറ്റ് ചെയ്ത് കൊടുക്കും. നഗാസ് കളക്ഷൻസിന് പൊതുവെ മേക്കിംഗ് ചാർജ് കൂടുതലാണ്. മാർക്കറ്റിൽ നല്ല മേക്കിംഗ് ചാർജാണ്. നമ്മളത് അഫോർഡബിൾ ഭയങ്കര കുറച്ച്, അതിനെയും പകുതി മേക്കിംഗ് ചാർജ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം അപ്പോഴ് ഇപ്പോൾ കേരള മോഡൽ പ്രിഫർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതിന് മേക്കിംഗ് ചാർജ് കൂടുതൽ ആവുകൊണ്ടാണ് രക്ഷിതാക്കളൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കൊച്ചുങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ട് കേരള മോഡൽ എടുക്കുന്നത്. അപ്പോൾ അച്ഛനൊരു 50,000 രൂപ ലാഭം വന്നല്ലോ അമ്മയെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ 50,000-ന് പകരം ഒരു 10,000-ഓ 20,000-ഓ കൂടെ നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഗാസ് അവരെ ഇഷ്ടത്തിന് എടുത്തോണ്ട് പോവാൻ പറ്റും. അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളങ്ങനെയാണ് ഡിസ്കൗണ്ട് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാര്യം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കൂട്ടിയിട്ടിട്ട് കുറയ്ക്കുന്നതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ചുരിദാർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാളിൽ പോയപ്പോൾ 2 ഷോപ്പ്, ഒരു ചുരിദാറിന് 799 രൂപ എഴുതിയേക്കുന്നത്, ഒരു ചുരിദാറിന് 1000 രൂപ എഴുതിയേക്കണം. ആ ചുരിദാറിനകത്ത് 30% ഡിസ്കൗണ്ട് ഒന്നും എഴുതിയിട്ടുണ്ട്. നമ്മൾ ചുരിദാർ മാത്രമേ കാണുന്നുള്ളൂ, വില കാണുന്നില്ല. കിങ്ങിണി ഏത് വാങ്ങിക്കും? മറ്റേത് വാങ്ങിക്കും. 30% ഡിസ്കൗണ്ട് ഉള്ളതല്ലേ വാങ്ങിക്കുള്ളൂ. രണ്ടിനും ഒരേ വിലയാണ്, സെയിം റേറ്റ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ടിൽ കാര്യമില്ല. അതാണ് ഞാൻ കസ്റ്റമറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഡിസ്കൗണ്ടിലൊന്നും കാര്യമില്ല, എത്രയാണ് പണിക്കൂലി എന്ന് ചോദിച്ചു വാങ്ങിക്കുക. ശരിയല്ലേ? കിങ്ങിണിക്ക് 50% ഡിസ്കൗണ്ട് വന്നു, 25% പണിക്കൂലി ഇട്ടിട്ട് 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 12% ആയില്ലേ? ഞാൻ 16% പണിക്കൂലി ഇട്ടിട്ട് 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 8% അല്ലേ ആയുള്ളൂ. അപ്പം ഡിസ്കൗണ്ട് ആണോ വേണ്ടത്, പണിക്കൂലിയാണ് അറിയേണ്ടത്? യെസ്, അതൊരു പോയിന്റ് ആയിരുന്നു. കൊള്ളാം. ശരിയല്ലേ? അത് ഏത് ബിസിനസ്സിലായിരുന്നാലും, ഞാൻ ബിസിനസ്സായിട്ട് പൊട്ടിക്കാനായിട്ടല്ല, ഞാൻ പൊതുവേ പറഞ്ഞു നമ്മളെ കണ്ടന്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ശരിയല്ലേ? എത്ര പെർസെന്റേജ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇതാണ് ഒരു മെത്തേഡ്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല എന്ന്, എത്ര ഡിസ്കൗണ്ട് ഞാൻ തരാം, അത് കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ആയില്ലേ, കസ്റ്റമർ ഹാപ്പിയാണ് എന്ന് പറയാം, അതിൽ കാര്യമില്ല. ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ബ്രൈഡ്സ് തന്നെ അവർ തന്നെ പൈസ കൂട്ടി വെച്ച് വാങ്ങിക്കുന്ന കല്യാണത്തിന് ഓർണമെന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. ചിലർ ഇപ്പോൾ ഫാമിലിയിൽ നിന്നായിരിക്കും വാങ്ങിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് അവർ എന്നെ കഷ്ടപ്പെട്ട് ഇപ്പം സൗദിയിലായിരുന്നില്ല, ഒരുപാട് നഴ്സുമാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർ അവിടെ പോയി ജോലി ചെയ്തിട്ട് കുറച്ച് 10 ലക്ഷം രൂപയൊക്കെ ആക്കിയിട്ട് അവർ പറയും, ചേട്ടാ എനിക്കൊരു സെറ്റ് വേണം, നല്ലോണം അറേഞ്ച് ചെയ്ത് തരണം. അതാണ് അവരുടെ ആഗ്രഹം. അവർ പണിക്കൂലിയല്ല പലപ്പോഴും ചോദിക്കാറുള്ളത്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് തരണം. ഈ ഒരു എമൗണ്ടിൽ ചെയ്ത് അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചതിന് എതിരാണ് ഞാൻ പറയുന്ന കാര്യം. നമ്മൾ ആരായിരുന്നാലും, ഈ പറയുന്ന ക്യാമറമാൻ ചേട്ടനായിരുന്നാലും അവരായിരുന്നാലും ഇവരായിരുന്നാലും, ഒരു സാധനം പോയി കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലരും വാങ്ങിക്കും, പ്രൈസ് നോക്കാറില്ല. അതുപോലെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. 50% ആൾക്കാർ അവർ പണിക്കൂലിയും നോക്കൂല, അവർ ഉദ്ദേശിച്ച സാധനം കിട്ടിയോ അവരെടുക്കും. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഒക്കെ ഏജ് കാറ്റഗറിയുള്ള ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പൊ കുറെ പേര് സെൽഫായിട്ട് അവരുടെ തന്നെ ഇൻകം കൊണ്ട് ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ആയിരിക്കും അങ്ങനെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ചിലത് ഫാമിലി പേരൻസ് തന്നെ പൈസ മുടക്കി ഒരു ബ്രൈഡിന് വേണ്ടി ഓർണമെന്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയാണ് ഇപ്പം കൂടുതലും ചേട്ടൻ കണ്ടുവരുന്നത്? നമുക്കിപ്പം മാറി വരുന്ന ഒരു ട്രെൻഡിലാണ് ഇപ്പം ഒരുപാട് ഫിലിം സ്റ്റാർസ്, ആക്ട്രസ് ഒക്കെ സ്വന്തം ഏർണിങ്സ് വെച്ചിട്ട് കല്യാണം നടത്തിയില്ല, അങ്ങനെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ചേട്ടൻ്റെ അതേ പേരുള്ള കൃഷ്ണകുമാർ സാറിൻ്റെ മോള് ദിയ കൃഷ്ണ സ്വന്തമായി കല്യാണം നടത്തിയത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ്. എൻ്റെ ഒരു കാര്യം മുഴുവൻ ദിയ തന്നെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് അത് ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ഷോപ്പിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഏത് കാറ്റഗറിയാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു വന്നത്. ഷോപ്പിൽ വരുന്ന ഒരു 20% സ്വന്തമായിട്ട് വരുന്നതാണ്, 80% ഫാമിലി സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ആണ് ഇപ്പോഴും. പക്ഷെ അത് മാറും. ഒരു കുറച്ച് നാളുടെ കഴിയുമ്പോൾ 50% എന്നാവും. കുറച്ച് നാളുടെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് ഗോൾഡ് ഒഴിവാക്കും. അത് നിങ്ങൾക്ക് ഓക്കെ ആവുമോ? നമുക്ക് ഓക്കെ ആവും. കാര്യം വേറെ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റ് ഇല്ലേ, അന്നും എനിക്ക് 50 ലക്ഷം രൂപയുടെ ബിസിനസ് ഉണ്ടാവും, ഇന്നും എനിക്ക് 50 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. ഗോൾഡ് റേറ്റ് കൂടും. ഷോപ്പിൻ്റെ ബിസിനസിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പം കച്ചവടം കുറഞ്ഞില്ലേ, നിങ്ങൾക്ക് പ്രോഫിറ്റ് കുറഞ്ഞില്ലേ എന്ന് പലരും ചോദിക്കും. അങ്ങനെയല്ല. അന്ന് 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്ത ഒരു എൻ്റർപ്രനർ അല്ലെങ്കിൽ ഒരു ഓണർ ഇപ്പോഴും 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. തൂക്കം കുറഞ്ഞതേ ഉള്ളൂ. പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ പ്രോഫിറ്റ് ഇന്നും ഉണ്ട്. ഗോൾഡ് എമൗണ്ടിനല്ലേ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്, എന്നും ഉണ്ട്.
അതിനകത്ത് ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ. അതിനകത്ത് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ. ഈ നോ ഗോൾഡ് വെഡിങ് ഒക്കെ കറന്റ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഗോൾഡ് ഇല്ലാതെ കല്യാണം കഴിക്കുന്നു. എനിക്ക് ആദ്യം ഞാൻ പെട്ട് നോ ഗോൾഡ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. ലക്ഷ്മി ആലോചിക്കട്ടെ, ചേട്ടാ നീ ഇപ്പം എന്ത് പറയും, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ വലിയ ഇംഗ്ലീഷൊക്കെ ചോദിക്കണമെങ്കിൽ അനങ്ങാതിരുന്നോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. നോ ഗോൾഡ് വെഡിങ് അല്ല ഓക്കെ, അത് നോ ഗോൾഡ് എന്ന് ഞാൻ ആദ്യം കേട്ടില്ല. വേറെന്തോ പറയണത് ദൈവം ഈ പെട്ടല്ലോ സ്റ്റക്കായി. ക്ലാസ് എന്തിനാണ് ലക്ഷ്മി കൊണ്ടുവന്നാ ചേട്ടാ അധികം ഒന്നും പറയരുത്, എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു ഞാൻ എണീച്ചപ്പോ അഭിമന്യുവിനെ പിടിച്ചിരുത്തോന്നു. ഈ ക്ലാസ് ഒക്കെ എടുത്തിട്ടാണോ പിന്നെ വണ്ടി ചേച്ചി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചേ? എന്നെ ടോളർ ചെയ്ത് അതിപ്പോ കഴിഞ്ഞു, അതൊരു 10 വട്ടം കഴിഞ്ഞു. എന്റെ ഏജ് പറയരുത്, അതും കഴിഞ്ഞു. അല്ല നീ പറഞ്ഞു കൂട്ടി പറയരുതെന്ന് പറഞ്ഞില്ലേ, അതും കഴിഞ്ഞു. അത് കഴിഞ്ഞു. അങ്ങനെയുള്ള അവളെ പറ്റിയിട്ട് അധികം നെഗറ്റീവ് അടിക്കരുത്. ഭാഗ്യം ചേച്ചി ഇതൊന്നും പറയണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞ സാധനങ്ങൾ ഓർത്ത് വെച്ച് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാതെ എന്തെങ്കിലും ഉള്ളൂ. അല്ല നമ്മൾ ഈ ഭാര്യയുടെ അടുത്ത് നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന ആൾക്കാരാണ്. ഭാര്യ ഏറ്റവും കൂടുതൽ മോളൂസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. ഞാൻ എൻ്റെ വൈഫിനെ മോളൂസ് എന്ന് വിളിക്കുന്നത്. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ നല്ല അടിയാണ്. അടിയെന്ന് വെച്ചാൽ എന്ത് കേസുണ്ടോ, ഇന്ന് മേക്കപ്പ് 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു രശ്മി ഞാൻ 10 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത്, നീ എന്താണ് ഈ കാണിക്കുന്നത്, ഒരു ഇത്രയും കാണിക്കാനായിട്ടൊന്നും ഒന്നുമില്ല. നമ്മൾ എങ്ങനെ ഒരുങ്ങി വന്നു കഴിഞ്ഞാലും സെറ്റാണ് അല്ലേ. ഒരുങ്ങാതിരിക്കുമ്പോഴാണ് ഗ്ലാമർ കൂടുതൽ അല്ല. ഒരു പരിധി അവൾ വലുതായിട്ടൊന്നും മേക്കപ്പ് ഒന്നും ചെയ്തില്ലെന്ന് സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ചെയ്യൂട്ടോ, സമയം കിട്ടാഞ്ഞോണ്ട്. ഇത് അരമണിക്കൂർ ഇപ്പം നമ്മൾ 11 മണിക്കല്ലേ വരാമെന്ന് പറഞ്ഞേ. ചേട്ടാ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് താമസിക്കും, നമ്മൾ എന്തെങ്കിലും ട്രാഫിക്കിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണോ? ഓ പിന്നല്ലാതെ ലേറ്റ് ആയിട്ട് വന്ന ചേട്ടനാണ്. ഇന്നലെ വെളുപ്പിന് 3 മണിക്കാണ് എത്തിയത്. അല്ല ഇന്നലെ അല്ല ഇന്ന്. ചേട്ടന്റെ ഈ വർക്ക് ഷെഡ്യൂൾസ് ഇങ്ങനെ ഒരുപാട് ഇത്രയും ഷോറൂംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാ ഒരു ഡേ മൈ ലൈഫ് മൊത്തത്തിൽ പോകുന്നത്? സ്വർണ്ണ ബിസിനസ് ഏറ്റവും ടെൻഷനുള്ള ബിസിനസ്സാണ്. 1 ഗ്രാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റിൽ 10,000 രൂപയ്ക്ക് മുകളിൽ പോവും. അപ്പോൾ എല്ലാ ജ്വല്ലറിക്കാരും ചെയ്യുന്നത് അതാത് ഷോപ്പുകളിൽ 1-2 മാനേജറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇത്ര കിലോ സ്റ്റോക്ക് ഉണ്ടെന്നൊന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ആ സെയിൽ കഴിഞ്ഞിട്ടുള്ള ആ വെയിറ്റ് അവിടെ ഉണ്ടാവണം. ആ ഷോപ്പിലുണ്ടാവണം, ഈ ഷോപ്പിലുണ്ടാവണം, അവിടെ ഉണ്ടാവണം. ഞാൻ നീചനാണെന്ന് വിചാരിക്കരുത്. എല്ലാവരും ചെയ്യുന്നത് 1 ഗ്രാം ഷോർട്ട് കുറവുണ്ടെങ്കിൽ അവിടെ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്താണ് എല്ലാ ഷോപ്പുകളിലും കൊടുക്കുന്നത്. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നതെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. ഗോൾഡ് കറക്റ്റായിട്ട് അവിടെ ആയിരിക്കും. നമുക്ക് ഇതുവരെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഷോപ്പുകാർക്ക് നഷ്ടപ്പെടാറുമില്ല. എന്നാൽ ആ ഭയം വേണം അവർക്ക്. പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രേക്ഷകർക്ക് ഇപ്പം കിട്ടുന്ന ഒരു ഐഡിയ ആയിരിക്കും സ്വർണ്ണത്തിനെ പറ്റിയിട്ട്. ശരിയല്ലേ? അപ്പോൾ അത് പറഞ്ഞു തരുന്നവർ അപ്പോഴൊരു ഭയം ഉണ്ടാവുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളപ്പോൾ എന്നും ആ ഭയം ഉണ്ടാവും. ആ ഭയം ഉള്ളിടത്തോളം കാലം ഞാനിങ്ങനെ കറങ്ങി നടക്കും. മനസ്സിലായി. പ്രശ്നമില്ലല്ലോ. കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, നമ്മൾ ഒന്നിനും വഴക്ക് പറയാറില്ല. സ്വർണ്ണത്തിന്റെ പണിക്കൂലി കുറച്ച് കൊടുത്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ വഴക്ക് പറയാറില്ല. ഞാനും രഞ്ജിത്തേട്ടനും രശ്മി അധികം വഴക്കൊന്നും പറയാറില്ല. വഴക്ക് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ മാത്രം. നമ്മുടെ കടയിൽ നിന്ന് ഒരു കസ്റ്റമർ ഇറങ്ങി പോയിട്ട് വിഷമിച്ചുകൊണ്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും കംപ്ലൈൻസ് നമ്മൾ എന്ത് ചെയ്താലും കംപ്ലൈന്റ് വരും. ഞാൻ 2 ശതമാനം പണിക്കൂലി കൊടുത്താലും പണിക്കൂലി ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാലും കസ്റ്റമർ കംപ്ലൈന്റ് പറയും. അത് ഒരു അവകാശമാണ്. കംപ്ലൈന്റ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. നല്ലൊരു പോസിറ്റീവ് എന്താ? ഇപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയിട്ട് ചിലപ്പോൾ വിളിച്ച് പറഞ്ഞതില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു 99% നമ്മൾ എന്നും കേൾക്കുന്നതാണ് പോസിറ്റീവ്. നെഗറ്റീവ് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. ചേട്ടൻ ഭയങ്കര പെട്ടെന്ന് ഓർത്ത് വെക്കുന്ന ഭയങ്കര നല്ലൊരു റിവ്യൂ ഏതായിരിക്കും? നല്ലൊരു റിവ്യൂ ഈ ഇടയ്ക്ക് ഒരു കൊച്ചു ചേച്ചി, എനിക്ക് ഗൂഗിളിൽ ഏകദേശം 5000-ന് മുകളിൽ റിവ്യൂ ഉണ്ട്. ട്രിവാൻഡ്രം ഷോപ്പിന് 5000-ന് മുകളിൽ റിവ്യൂ 4.9 ആണ് റേറ്റിംഗ്. 4.9 5000 റിവ്യൂ ഉണ്ട്. അതിനകത്ത് ഈ റീസെൻ്റ്ലി ഒരു കസ്റ്റമർ പറഞ്ഞു അഡ്വാൻസ് ചെയ്തിട്ട് പോയിട്ടേ എൻ്റെ മോളെ കല്യാണം നല്ല രീതിക്ക് നടത്താൻ കാരണം ഹമാര ചോയ്സ് ആ റേറ്റിൽ അഡ്വാൻസ് ചെയ്ത റേറ്റിൽ തന്നുകൊണ്ട് ആ ചേച്ചിക്ക് 2-3 ലക്ഷം രൂപ ലാഭം ഉണ്ടായി. ആ 2-3 ലക്ഷം രൂപ ഉള്ളതുകൊണ്ട് ആ കല്യാണം ഭംഗിയായിട്ട് നടത്താൻ പറ്റിയെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി ഗൂഗിൾ റിവ്യൂവിൽ. അതിനകത്ത് ചിലവർ നെഗറ്റീവും പറയാം. കാരണം ചിലപ്പോൾ കടയിൽ നല്ല തിരക്കാണെങ്കിൽ പാർക്കിങ്ങിന് പോലും സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനത്തെ നെഗറ്റീവിലാണ് വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ചെയിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ രഞ്ജിത്തേട്ടനും ഞാനും ഡിസ്കസ് ചെയ്തിട്ടാണ് പറയാറ്. ഒരുമിച്ച് നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ രണ്ടുപേരും വശം കേൾക്കണ്ടേ. പിന്നെ പറയുന്നത് പൊട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? മാറ്റി കൊടുത്തവർ 10 രൂപയുടെ പറയും, മാറ്റി കൊടുത്തില്ലെങ്കിൽ 1000 രൂപയുടെ പറയും. പൊട്ടി അവന്മാര് കസ്റ്റമർ സർവീസ് എന്നും പറഞ്ഞിട്ട് അവർ ചെന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എല്ലാ ബിസിനസ്സുകാരും അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് മാറ്റിക്കൊടു, 10 ബിസിനസ് കിട്ടും. മാറ്റി കൊടുത്തില്ലെങ്കിൽ 1000 ബിസിനസ് പോകും. ശരിയല്ലേ? അവർ 1000 രൂപയുടെ പറയും, മാറ്റി കൊടുത്താൽ 10 പേരുടെ പറയുള്ളൂ അടുത്തുള്ള ആൾക്കാരുടെ. മറ്റേന്ന് പറയുമ്പോൾ വിളിച്ചു വരെ പറയം, ഡി അവിടെ നിന്ന് പോയി സ്വർണ്ണം എടുക്കല്ലേ, അവർ ഒരു കൊലുസ് മാറ്റി കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആവുന്നത്. പോസിറ്റീവ് 10 രൂപയുടെ പറയട്ടെ, 10 രൂപ കിട്ടിയില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പം അത് മാറ്റി കൊടുത്തെന്ന് വെച്ചാൽ ഒരു നഷ്ടമില്ല ഒരു കടക്കാർക്ക്.
അവർ പറയും ഇത് മാറ്റി തന്നില്ലെങ്കിൽ നഷ്ടമാണ്. ഇപ്പം നമ്മൾ പറയട്ടെ ഏതൊരു ടെക്സ്റ്റൈൽ 15 ദിവസമാണ് അതിൻ്റെ റിട്ടേൺ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു മാസം കഴിഞ്ഞാലും പൊട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ മാറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്താ കടയിൽ വരുന്നത് കൂടുതലും സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ചിലപ്പോൾ 2000-3000 പണിക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈ പവണക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല, അവർക്കാണെങ്കിലും ഇവർക്കാണെങ്കിലും കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് ഒക്കെ എടുക്കുന്നതാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. അത് നമ്മൾ മാറ്റി കൊടുക്കാറുണ്ടല്ലേ. നിങ്ങൾ രണ്ട് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരിക്കുന്ന ഏത് ഷോറൂമിലായിരിക്കും? എപ്പോഴും എല്ലാ ഷോറൂമിലും അവൈലബിൾ ആയിരിക്കും. എന്നാലും ട്രിവാൻഡ്രത്തായിരിക്കും കൂടുതൽ കാണുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. നമ്മൾ ബിസിനസ്സിനേക്കാൾ ഉപരി കൂടെ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ ഡെവലപ്പ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എൻ്റെ ഷോപ്പിലെ മാനേജർമാർക്ക് നല്ല സാലറിയാണ് ഞാൻ കൊടുക്കുന്നത്. അത് എല്ലാ ലേഡീസ് സ്റ്റാഫിനൊക്കെ 40,000-50,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. ഷോപ്പിൽ ജോലിക്ക് വരണമെന്ന് പറയരുതേ, ഞാൻ പരച്ചതും ചെറുതായിട്ട് ഞാൻ പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകും. നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു മാരിഡ് ലൈഫ് മുന്നോട്ട് പോകുന്നതിന്റെ ഭയങ്കര ഒരു സക്സസ്ഫുള്ളിന്റെ കാര്യം രണ്ടുപേരും ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യുന്നു. നിങ്ങളുടെ രണ്ടും ചേട്ടാ മാരീഡ് ലൈഫ് ആണെന്ന് ഞാൻ കേട്ടില്ല. അതന്നെ പറഞ്ഞേ, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒരുമിച്ച് പോകുന്നു, രണ്ടുപേരും ഒരേ ബിസിനസ് ചെയ്യുന്നു. ഇതിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് രഹസ്യം വെച്ചാൽ എന്റെ വാട്സപ്പ് എല്ലാവർക്കും കാണാം, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംശയമില്ല, ഇല്ല, ട്രാൻസ്പെറന്റ് ആണ്. എനിക്ക് 2-3 വാട്സപ്പ് ഉണ്ട്. 2 വാട്സപ്പ് ഞാൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാം. ഇനിയുണ്ട്. രണ്ടാമത്തെ കണ്ടന്റ് രശ്മിക്ക് ഞാൻ ക്യാമറ കൊടുത്തിട്ടില്ല ഷോപ്പിൽ, ഒരു ഷോപ്പില് അവിടെ ഇവരുടെ തമാശ പറയണല്ലേ. ഇതെന്താണ് ഞാനിപ്പോ ചോദിച്ചുള്ള സക്സസിന്റെ രഹസ്യം എന്താണ്? ഇപ്പൊ വഴക്കാവോ രണ്ടും കൂടെ? നമ്മൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കണ്ടന്റ് നമ്മൾ മനസ്സിൽ വെക്കാറില്ല, മറച്ചു വെക്കാറില്ല. ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്തോളും ചേച്ചി. അതല്ലേ, അതൊക്കെ ഫണ്ണായിട്ടല്ലേ എടുക്കേണ്ടത്. ആരും നോക്കാം. ചേട്ടൻ പറ, ചേച്ചി പറ. സക്സസിന്റെ കാര്യം പറഞ്ഞില്ലേ? സക്സസിന്റെ കാര്യം പറ. അല്ല, മൊത്തം പ്രശ്നമാണെന്ന്. അല്ല, നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ വീഡിയോക്കകത്തും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഷോപ്പിനകത്തും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ അടുത്തും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പം ഇന്ന് കണ്ട് നാളെ മരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. മസിലും പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മസിലായിട്ട് പിടിച്ചിരുന്ന കിങ്ങിണി ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്. കിങ്ങിണിക്ക് ഒരു പേടിയായിരിക്കും. ഉമ്മയോട് എങ്ങനെ സംസാരിക്കാം, വന്ന് കയറി പൗഡറൊക്കെ ഇട്ട് നല്ല വെളുത്ത് വന്നിരിക്കുന്നു ചേട്ടന്മാരും ചേച്ചിയൊക്കെ ജ്വല്ലറിക്കാരാണെന്ന് പറയുന്നത്. അത്രയും വലിയ പൊങ്ങച്ചമുള്ള ആൾക്കാരുടെ നമ്മളിങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. അതുപോലെയാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ വിജയം ജ്വല്ലറിക്കകത്ത്. അല്ല, പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് ഒരു വിജയമാണെങ്കിൽ പോലും നമ്മൾ കസ്റ്റമറിനോട് ഇടപെടലും അതുപോലെ തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് എന്തറിയാമോ, ചേട്ടാ വീഡിയോ കാണുകണക്ക് തന്നെ നിങ്ങളും ചിലപ്പോൾ അവർ വിചാരിക്കും. ഇതിലും വലിയ വേറെ പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? ചില കസ്റ്റമർ ഒന്നും പറയത്തില്ല, വീഡിയോ കാണുമെന്നൊന്നും പറയത്തില്ല. എനിക്ക് 1-2 അബദ്ധം പറ്റിയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ടാ എന്ന് ചോദിക്കും. ഏത് വീഡിയോ? അവർ വീഡിയോ കാണുന്ന കസ്റ്റമർ അല്ല. അപ്പോൾ പെട്ട് ചില കസ്റ്റമർ അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടത്തില്ല. അവർ വീട്ടിൽ പോയിട്ട് മെസ്സേജ് ഇടും. കടയിൽ വന്നപ്പോൾ ഭയങ്കര ജാട, വീഡിയോ കാണുന്നത് അങ്ങനെയല്ല. അപ്പം നമുക്കറിയില്ലല്ലോ ഇതിന് വീഡിയോ കാണുന്ന ആൾക്കാരാണോ അല്ലാത്ത ആൾക്കാരാണോ, അവരൊന്ന് പറഞ്ഞാലല്ലേ. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മളൊന്ന് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം, ചേട്ടാ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേച്ചി വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ടായിരിക്കും. അല്ലാതെ രശ്മിയ ജലേണ സംസാരിക്കുക, എന്നാലും ഞാനാണ് സംസാരിക്കുക. രശ്മിന്റെ എന്താ പറയുക, നമ്മൾ ഇൻട്രോവേർട്ട് ചെറിയൊരു ഇൻട്രോവേർട്ട് അങ്ങനെയല്ല, ചെറുതായിട്ട്. എന്നാലും പൊതുവെ നമുക്ക് കംഫർട്ട് ആയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് സംസാരിക്കും. അത് ആംബിവേർട്ട്, അത് ഇൻട്രോവേർട്ട്. ഓക്കെ, ചേട്ടൻ അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ആംബിവേർട്ട് തന്നെ ചേട്ടനായാലും ഞാനായാലും നമ്മളൊരു സർക്കിളുണ്ടല്ലോ, പുലിയായിരിക്കും. ചേച്ചിക്ക് ചേട്ടന് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞേ. ഈ കളിയാക്കലും ട്രോളിലും എല്ലാം അതിനകത്ത് വരുന്നതാണോ? അതൊക്കെ ഇഷ്ടം തന്നെ, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ലിമിറ്റ് കഴിയുന്നുണ്ട്. അതെ, അപ്പോഴാണോ ഉണ്ടാക്കാറുള്ളത്? ഞാൻ അങ്ങനെ വഴക്കിടാറില്ല, ചേട്ടനാണ്. നീ ആരെ കൂടുതൽ വഴക്കിടുന്ന? ആരെ ശരിക്കും? ചേട്ടനാണ് വഴക്കുന്നത്. വഴക്കിടല്ല, ഇട്ടിട്ടങ്ങ് പോവും. നമ്മൾ രണ്ടുപേരോട്ട് വഴക്ക് തീരും. വഴക്ക് കൂടുമ്പോ പയ്യൻ അടുത്തുണ്ടാവും. മോനെ, അവന്റെ പേര് അയാൻ കൃഷ്ണൻ എന്നാണേ. അപ്പൊ അവനുണ്ടാവും, അവൻ പറയും അമ്മയ്ക്ക് ചുരിദാർ വാങ്ങിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇന്നൊരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്തോ, പ്രശ്നം തീർന്നു. പിന്നെ പണക്കം അവനോട് അവൻ പറയും. അല്ലെങ്കിൽ അവൻ എന്താ മേക്കപ്പിന് എന്താ പറയുന്നത്, അമ്മയ്ക്ക് ഇച്ചി മേപ്പക്ക് കുഞ്ഞില്ലേ മാറി വരുന്നുണ്ട്, മേപ്പക്ക് ഇച്ചി കൂടുതലാണ്. അതൊക്കെ പുള്ളിക്കാരൻ പറയാറുണ്ട്. അപ്പോൾ നമ്മള് എന്താണ് വീട്ടിലും അതുപോലെ തന്നെ അമ്മയും രശ്മിയും തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പറയാറുള്ളത്, അമ്മയും രശ്മിയും ഇന്നലെ വണ്ടിക്കകത്ത് പറഞ്ഞു വഴക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്താ രണ്ടുപേരും മത്സരിച്ച് എന്നെ സ്നേഹിക്കും, കൂടെ നിൽക്കണമല്ലോ. അല്ല, വഴക്കുള്ള സമയത്ത് അല്ലല്ല, വല്ലപ്പോഴൊക്കെ വഴക്കില്ലാത്ത വീടുണ്ടോ? അമ്മ ഞാൻ അല്ല, അമ്മ ഇങ്ങോട്ടൊന്ന് വഴക്കിടാറുണ്ട്. സന്തോഷമായ
ഓക്കെ. അതായത് അമ്മ നോക്കുമ്പോഴത്തേക്കും ഇവക്കെ പയ്യന്മാരൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. പയ്യന്മാർ കടയിലെ പയ്യന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അമ്മ നോക്കുമ്പോഴത്തേക്കും ഡെയിലി ചെരുപ്പ്. പുതിയ അമ്മ അവരൊക്കെ യാഥാസ്ഥികരുള്ള ആൾക്കാരല്ലേ, പഴയ ആൾക്കാരല്ലേ. അമ്മയാണെങ്കിൽ ഏതമ്മമാരായിരുന്നാലും അവർ പറയും വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം വീണ്ടും ചെരുപ്പ്. ഇത് എന്നും ഡെയിലി ചെരുപ്പും ചുരിദാറും. ഇവര് നോക്കിയപ്പോൾ റൂം മൊത്തം ചുരിദാറും. അമ്മയ്ക്ക് കിട്ടുന്നില്ലല്ലോ. അല്ല അല്ലാതെ വേറെ വഴക്കളൊന്നുമില്ല. അമ്മയ്ക്ക് കിട്ടാം, അയ്യോ കൊള്ളാം. അമ്മയ്ക്ക് കിട്ടും. അമ്മയ്ക്ക് അങ്ങനെയാണ്. അമ്മയ്ക്ക് ഭയങ്കര കൂടുതൽ അമ്മയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും കുറച്ച് നേരം സംസാരിച്ചു. കുറെ ഗോൾഡിന്റെ എനിക്ക് അറിയാത്ത കാര്യങ്ങളും ഈ ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈവൻ ചേട്ടൻ ഭയങ്കര എന്താ പറയുക ഓപ്പൺ ആയിട്ടാണ് സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഡിസ്കൗണ്ടിന്റെ കാര്യം ആയിക്കോട്ടെ, പണിക്കൂലിയുടെ കാര്യം എല്ലാം ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് സംസാരിച്ചത്. നമുക്കും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഈ ഒരു സെക്ഷൻ. പിന്നെ ഭയങ്കര രസമായിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതും എല്ലാം ട്രോളും കളിയാക്കലും ഒക്കെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ട്. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കേരളത്തിൽ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഇനി നിങ്ങളുടെ ബ്രാഞ്ചസ് കുറേ വളരട്ടെ. ഇപ്പൊ 5-6 ഷോറൂം ഒക്കെ കഴിഞ്ഞതിന് 10, 15, 20 ഇഷ്ടംപോലെ ഷോറൂംസ്. അധികം ഒരുപാട് ഷോറൂം വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഒരുപാട് ഷോറൂം ആകുമ്പോൾ എനിക്ക് രശ്മിയെ സ്നേഹിക്കാനുള്ള സമയം കുറയും. ശരി, അവരെ കൂടെ കെയർ ചെയ്യണ്ടേ, എൻ്റെ കൊച്ചിനെ എൻ്റെ വൈഫിനെ കെയർ ചെയ്യുക. അല്ലാതെ നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നിട്ട് പലർക്കും പറ്റുന്നൊരു തെറ്റതാണ് ബിസിനസ്സുകാർക്ക്. അവർ ബിസിനസ്സിൻ്റെ പുറകെ അങ്ങ് പോകും. അപ്പോൾ ഒരൊറ്റ കടയും നല്ലോണം നോക്കാൻ പറ്റില്ല. ഉള്ള കട നല്ലോണം നോക്കുക, സ്വന്തം ഭാര്യയും കുട്ടീനെ നല്ലോണം നോക്കുക. അതൊക്കെയാണ് ഒരു ബിസിനസ്മാൻ. തൃശ്ശൂരൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതാണ് അപ്പം രഞ്ജിത്തേട്ടൻ പുള്ളിക്കാരനും പറഞ്ഞ് കേക്കെ കുറച്ചൊന്ന് ഇരിക്കുക. ഞാനാണ് കിടന്ന് ഇതാവണത്, ചെയ്യണം. ഇവരൊക്കെ ബാക്കിലോട്ടാണ്. കാര്യം വേണ്ട നമുക്ക് ഒരെണ്ണം ചെയ്ത് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയിട്ട് മാത്രമേ അടുത്തിലോട്ട് പോവുള്ളൂ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. പറഞ്ഞ പോലെ 1-2 കൂടെ ഇനി ചെയ്യത്തുള്ളൂ. അതിൻ്റെ പുറത്തോട്ട് നമ്മളില്ല. ഞാൻ വളരണമെന്നൊക്കെ പറഞ്ഞ ഹമാര ചോയ്സിന്റെ പേരിനെ ഒന്ന് കുത്തി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തൊക്കെ പോകുന്നു പറഞ്ഞത്. പക്ഷേ താല്പര്യമൊന്നുമില്ല. തമിഴ്നാട് മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിന്റെ സമയം ഏകദേശം കഴിഞ്ഞുണ്ടല്ലേ അല്ലേ? നമ്മൾ അതിന്റെ പറഞ്ഞ അല്ല ഞാൻ അതെല്ലാം പറഞ്ഞ അവന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് അല്ലേ? ചേച്ചി ബിഫോർ മാരേജ് ഇങ്ങനെ ഇതൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക്, ബിസിനസ് അങ്ങനെയൊക്കെ? ഇല്ല, രശ്മി ബാങ്ക് കോച്ചിങ് പഠിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ തട്ടിക്കൊണ്ട് പോയത്. ലവ് മാരേജ് ആണോ? ഏകദേശം. ആണോ? അപ്പോൾ ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് നല്ലല്ലേ? അങ്ങനെയല്ല, ലവ് മാരേജ് അറേഞ്ച് മാരേജായി. ഞാൻ സെയിൽസ്മാൻ അല്ല, ഞാൻ മാനേജറായി. അപ്പോൾ മാനേജറാണ് അപ്പോൾ ഒരു ഷോപ്പിൽ. അപ്പോൾ രശ്മി പർച്ചേസിന് വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു അല്ല വീട്ടിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ബിബിൻ എന്ന് പറയും, ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ മാനേജറാണ് ട്രിവാൻഡ്രത്തിൽ. അതാണ് ഞാൻ പറഞ്ഞ ഫുള്ള് ഫ്രണ്ട്സ് ആണ്. എല്ലാ മാനേജർമാരും എനിക്കറിയാം, ഇത് കാര്യങ്ങൾ അറിയാം. അപ്പോൾ സോയാ ഇല്ല പറഞ്ഞോ, ഇങ്ങനെ നോക്കിയോണ്ട് ചോദിച്ചാ. അപ്പോൾ ഞാനിങ്ങോട്ട് നീങ്ങിയിരുന്നപ്പോൾ ക്യാമറ കറക്റ്റ് ആംഗിൾ കറക്റ്റ് അല്ലേ നോക്കിയതാ. അപ്പോൾ അതുകൂടെ പറഞ്ഞാലേ പൂർണ്ണതാവുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കും ചേട്ടാ. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു രശ്മി. ആദ്യം ഞാൻ ജസ്റ്റ് വിളിച്ച് ഇവിടെ എത്തിയാന്ന് നൈസ വാട്സാപ്പിൽ വെറുതെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇവളെന്താ ഇവിടെ കൊല്ലത്ത് എന്താണ് ബാങ്ക് കോച്ചിങ് പഠിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു സർക്കാർ ജോലിക്കാരന് കൊടുക്കാനാണ് നമുക്ക് ആഗ്രഹം. സർക്കാർ നല്ലോണം തന്നെ പറഞ്ഞോട്ടെ. അല്ല അവർ നല്ലോണം ഡീൽ ചെയ്താ. അവർ സിമ്പിളായിട്ട് ഞാൻ ഡീലിങ് ഡീൽ ചെയ്ത് ഒഴിവാക്കി. അങ്ങനെ ഞാൻ വീണ്ടും പോയി ചോദിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, സൗന്ദര്യം ഉള്ളതുകൊണ്ടല്ല, ഒരു പാവം കുട്ടി എന്നുള്ള കോൺസെപ്റ്റിൽ നോക്കി. അങ്ങനെ അവർ അവസാനം ഇവള് അനുജത്തി നല്ലോണം പ്രൊമോട്ട് ചെയ്തല്ലേ, സപ്പോർട്ട് ചെയ്ത് രശ്മിയെ സപ്പോർട്ട് ചെയ്ത് ആഹാരം കഴിക്കാതെയൊക്കെ നിന്ന് അങ്ങനെ സെറ്റായി കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറുതായിട്ട് നടത്തിയൊരു കല്യാണമാണ് നമ്മുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചേച്ചി ബിസിനസ് പരിപാടികളൊക്കെ താല്പര്യം വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് രശ്മി വന്നതിന് ശേഷമാണ് എനിക്ക് ഭാഗ്യമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ട് 7 വർഷം, രശ്മി വന്നിട്ട് 8 വർഷമായി. 8 വർഷം അതിനുശേഷമാണ് രശ്മി വന്നതിന് ശേഷമാണ് നല്ല ഉയർച്ച കയറ്റം ഉണ്ടായത്. രശ്മി ഇപ്പൊ സംസാരിച്ച് ഇത്ര നേരം അല്ല ഞാൻ പറഞ്ഞു, ഇതിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. ഇതാണ് കൺക്ലൂഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എനിക്ക് തീർന്നോന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകിൽ രശ്മി വന്നതിന് ശേഷം അല്ലെങ്കിൽ എന്റെ മോൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഭാഗ്യം ഉണ്ടായത്. ഞാൻ എന്റെ മനസ്സോട് വിചാരിക്കുന്ന രശ്മി ഒന്നുകൊണ്ടല്ലേ മോൻ വന്നത്. അപ്പൊ രശ്മി ഒന്നുകൊണ്ടാണ് ഭാഗ്യം ഉണ്ടായതും. എന്റെ കാര്യങ്ങൾ ഞാൻ എന്ത് കേസ് ഉണ്ടെങ്കിലും രശ്മിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും. എനിക്ക് ഒരു കള്ളത്തരം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം മനസ്സിലാക്കും. എന്റെ മുഖം മാറിക്കഴിഞ്ഞാൽ രശ്മി മനസ്സിലാക്കും. അതാണ് ഞാൻ രശ്മിയിൽ കണ്ടാൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത്. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രശ്മി പറയും. രശ്മിൻ്റെത് എനിക്കറിയാം,
ഓൾറെഡി നമ്മൾ തമ്മിലുള്ള ഒരു അജണ്ടയുണ്ട്. ഞാൻ എന്താണെങ്കിലും എന്ത് കള്ളത്തിനും പൊളിക്കും. എന്ത് ചേട്ടൻ മനസ്സിൽ കണ്ടുപിടിക്കും. അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് സക്സസും കാര്യം. നമുക്ക് ഒളിയും അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ഇത് ബേസിക്. ഒളിയും നമ്മൾ പിണങ്ങിയിരിക്കാറില്ല. അവർ കുറെ സമയമൊന്നും പിണങ്ങിയിരിക്കാറില്ല. എപ്പോഴും ഒരുമിച്ചാണ്, ബിസിനസ്സിൽ ഒരുമിച്ചാണ്, ബിസിനസ്സിൽ ഒരുമിച്ചാണ്, 24 മണിക്കൂർ ഒരുമിച്ചാണ്. അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. അതെ. ഇതോ പറഞ്ഞു ലക്ഷ്മി, എനിക്ക് മനസ്സിലായില്ല. അവരെ അവിടുത്തെ എന്തോ ചെറിയ ലാംഗ്വേജ് ആണ്. പറഞ്ഞോളൂ, മനസ്സിലാവും നോക്ക്. എനിക്ക് മനസ്സിലായില്ല, ചേട്ടൻ ചേട്ടന് മനസ്സിലായി, ചേട്ടൻ എനിക്കും മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇവിടെ പറഞ്ഞു ഇവർക്കാർക്ക് മനസ്സിലായി ഇവള് പുഴുത്ത് നാറും. അവർക്ക് ആരും അറിഞ്ഞാത്തൊരു ഡയലോഗ്. എന്തൊരു നെറ്റിലെ പട്ടിയാ, പറ അത് പറ. എന്തോ പറഞ്ഞേ, പോട്ടെ. എന്തായാലും ഇല്ല, ട്രിവാൻഡ്രത്ത് കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചേട്ടന് മനസ്സിലായില്ല. അപ്പൊ ചേട്ടാ മറ്റേ പൊന്മാൻ സിനിമയില്ലേ, അത് കണ്ടിട്ടുണ്ടാവും ബേസിലിന്റെ. അപ്പൊ അതിലെ പോലത്തെ ഇഷ്യൂ ചേട്ടൻ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ കല്യാണത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് കൊടുത്തിട്ട് ചിലവർ ഞാൻ വീഡിയോ ബേസിലിനെ പോലെ ഇരിക്കുന്നുണ്ട്, ബേസിലിനെ പോലെ സംസാരിക്കുന്നുണ്ടൊക്കെ പറയാറുണ്ടേ. ബേസിലാണ് മോൻ്റെതും ഫേവറേറ്റ് ആക്ടർ. ബേസിലിന്റെ സിനിമ കണ്ടിട്ട് ഉള്ള കേസ് എന്ന് വെച്ചാൽ പല ഷോപ്പുകളിലും നടക്കുന്ന ഒരു കണ്ടന്റ് ആണ് ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലർക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പലർക്കും ഈ പൈസ ചോദിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ കൊടുക്കുന്നുമില്ല, ചെയ്യുന്നൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. വെറുതെ എന്തിനാണ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത്? കാര്യം അവര് ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടായിരിക്കും ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുന്നത്. ഈ ഗോൾഡ് കൊടുത്തിട്ട് പിന്നെ പൈസ വെക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കാര്യം എല്ലാ ആൾക്കാരും ഒരു കണക്കല്ല. ഞാൻ എല്ലാവരെയും അല്ല, ഒരു 1% അങ്ങനെ വരുന്നുണ്ട്. ജെന്യൂൻ ആയിട്ടായിരിക്കും പല കസ്റ്റമറും. നമ്മൾ പലരും കല്യാണം കഴിഞ്ഞിട്ട് പൈസ തരാം, കഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തലേ ദിവസത്തെ കളക്ഷനൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ പലരെയും അവർ സഹായിക്കുന്നുണ്ടാവും. ആ സഹായങ്ങൾ തിരിച്ചിട്ടുമ്പോഴാണ് ഇവർക്ക് കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം രാവിലെ 8 മണിക്കോ 7 മണിക്കോ ആണെങ്കിലും കട ഞാൻ തുറന്നു തരാമെന്ന് പറയും. ഈ കഴിഞ്ഞ ഒരു റീസെൻ്റ് ആയിട്ട് ഒരു 5 ഡേയ്സിന് മുന്നേ നമ്മുടെ ബ്രദറിൻ്റെ ഒരു കെയർ ഓഫിൽ വന്ന രഞ്ജിത്തേട്ട കെയർ ഓഫിൽ വന്ന അവർക്കും രാവിലെ എന്നെ കറക്റ്റ് ചെയ്ത് അവർ ചോദിച്ചായിരുന്നു എത്ര മണിക്ക്. ഞാൻ പറഞ്ഞു 8 മണി എന്നല്ല 5 മണിക്ക് രാവിലെ ആണെങ്കിൽ ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വലിയ മേക്കിംഗ് ചാർജ് എടുത്തിട്ടുമില്ല കൊടുക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇഷ്യൂസിലോട്ടൊക്കെ പോകും. പല അനുഭവങ്ങളും നമുക്ക് ഇപ്പോൾ ചോദിച്ച കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റാണ് ഈ ഫീൽഡിലുള്ള. ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലോസുമാണ് നമുക്ക്. അത് പിന്നെ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ ക്രെഡിറ്റിന് ഇത് ഈ വെഡിങ് കാര്യമല്ല, അല്ലാതെ പലരെ സഹായിച്ചിട്ടുണ്ട് ചെറിയ രീതിക്ക്. അത് തിരിച്ച് കിട്ടണ്ട എന്നുള്ള പ്രതീക്ഷയിൽ, അല്ലാതെ വലിയ ഹ്യൂജ് ആയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെ വളരുമ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാരെ കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം വളർന്നു കഴിയുമ്പോൾ. അല്ലാതെ ചെറിയ രീതിക്ക് ഈ പറഞ്ഞ പൊന്മാൻ ഇഷ്യൂ പോലത്തത് കറന്റ് ഇപ്പോഴും അങ്ങനത്തെ ഇൻഡസ്ട്രിയിലുണ്ട്, ഇപ്പോഴും ഉള്ള കേസാണ് അതൊക്കെ. പലരും അങ്ങനെ പൊന്മാനിലെ കേസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയുള്ള കേസല്ല ഞാൻ പറയുന്നത്. അത് സിനിമയുടെ വേറൊരു കണ്ടന്റിൽ അവർ ചെയ്തേക്കുന്നതാണ്. അതിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പലപ്പോഴും പല ഷോപ്പിനും വന്നിട്ട് അനുഭവം ചെക്ക് കൊടുക്കും, ഒരു സാധനം കൊണ്ടുപോകും, 2 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാന്ന് പറയും. സാധനം മടങ്ങി പോയി കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഈ ആളുടെയും കാണത്തില്ല, പല കടക്കാർക്കും അനുഭവം ഉണ്ടായിട്ട് പിന്നെ ചോദിച്ച് ചെല്ലുമ്പോൾ പ്രശ്നങ്ങളായി, വഴക്കായി, തിരിച്ചു കിട്ടാതെ വലിയ എമൗണ്ടും പോകും. ചിലപ്പോൾ ഇത് ചോദിച്ച് ചെല്ലുന്ന ആൾക്കാർക്ക് അടിയും കിട്ടും. ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലൊരു ആൾക്കാരെ ഞാൻ പറയുന്നത് ജനറലൈസ് പറഞ്ഞതല്ല. പക്ഷേ 1% ഒക്കെ അങ്ങനെ വരുന്നത് കൊണ്ട് ആരും അതിനകത്ത് ധൈര്യപ്പെടാറില്ല. പിന്നെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കൊടുക്കുന്നത് വേറെ, പിന്നെ ആളും തരവും കണ്ടൊക്കെ കൊടുക്കാറുമുണ്ട്. കാരണം ചില സിറ്റുവേഷനില്ലേ അല്ലേ, എന്നാലും ഒരു 99% നമ്മളങ്ങനെ ചെയ്യുന്നില്ല. കാര്യം നമുക്ക് അതിനുള്ള ഇതായിട്ടില്ല. ഈ വെളുപ്പിനാണെങ്കിലും കട തുറന്ന് അവർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതും നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രാവിലെ ഇപ്പൊ പൈസ ഇപ്പൊ തലേദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് വരും, രാവിലെ കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ 6, 6, 7 മണിയായി, അത് 8 മണിയായി. അപ്പോൾ അവർ 8 മണിക്കാണ് വന്നത്. നമ്മൾ നേരത്തെ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 മണിക്കൊക്കെ വന്ന് ഗോൾഡ് എടുത്തോണ്ട് പോയി ബാലൻസ് പേയ്മെന്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോയി സെറ്റ് ചെയ്തൊക്കെ വെച്ച് കളക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ രാവിലെ വന്ന് ഫണ്ട് തന്ന് സാധനം വാങ്ങി. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ, ഇപ്പൊ നമ്മൾ കടം കൊടുത്തെന്ന് വിചാരിച്ചോ, ഇന്ന് കടം കൊടുത്ത് അടുത്ത ആഴ്ച ആയിരിക്കും തരുന്ന. 1 ഗ്രാമിന് 100,000 രൂപ വ്യത്യാസമായി കഴിഞ്ഞാൽ ആ പൈസ നഷ്ടമാണ്. അപ്പോൾ 100 ഗ്രാം × 1000 എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് അങ്ങ് പോകും കടക്കാരന്.
അവർ ഈ അടയ്ക്കേണ്ട പൈസയിൽ അടയ്ക്കുള്ളൂ. എനിക്ക് അന്ന് ആ പൈസ കിട്ടുമ്പോൾ എനിക്ക് സ്വർണ്ണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ റേറ്റിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് ലോസാണ്. പക്ഷെ കാര്യമില്ല, അവർ സാധനം കൊണ്ടുപോയി നമ്മൾ ബില്ലടിച്ചല്ലോ. കൂടിക്കഴിഞ്ഞാൽ കടക്കാരൻ്റെ ലോസാണ്. കസ്റ്റമർ ലോസ് ഇല്ല, അവർ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ പൈസ കിട്ടുമ്പോൾ ഗോൾഡ് റേറ്റ് കൂടുതലാണെങ്കിൽ അതൊരു ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ടാരും അങ്ങനെ ഇപ്പം അതിന് മുതിരാറില്ല, ഗോൾഡ് റേറ്റ് കൂടുന്നത് കാരണം. 100 ഗ്രാം കടം കൊടുത്തിട്ട് അവർ പൈസ ഇപ്പം 9 ലക്ഷം രൂപ എഴുതി കൊടുത്തെന്ന് വിചാരിച്ചാൽ 10 ലക്ഷം എഴുതി കൊടുത്തു. ആ പൈസ കൊണ്ടുവരുമ്പോൾ ആ ഗോൾഡിന്റെ മൂല്യം 11 ലക്ഷം ആയി. 10 ലക്ഷം കൊണ്ടുവരുമ്പോൾ എനിക്ക് നാളെ പോയി ഗോൾഡ് വാങ്ങിക്കണ്ടേ? എനിക്ക് വാങ്ങിക്കണമല്ലോ, എങ്കിലല്ലേ കടയിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 11 ലക്ഷം കൊടുക്കണം അവിടെ. അപ്പോൾ ലോസ് അല്ലേ? അപ്പോൾ ഈ സിനിമയുടെ കണ്ടന്റ് പറഞ്ഞത് കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വളരെ കുറവാണ്. അത് 100-ൽ 0.5 ഒക്കെ വരുള്ളൂ. അപ്പോൾ അത് ഈ സ്വർണ്ണവില എത്രയും നിൽക്കുന്നതുകൊണ്ട് ആരും ധൈര്യപ്പെട്ട് കൊണ്ട് പോകത്തില്ല. പിന്നെ കടയിൽ വന്നിട്ട് ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുന്ന ചില ഷോപ്പുകൾ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് അത്രയും വിശ്വാസവും അത്രയും കിട്ടാൻ ഉറപ്പും അത്രയും ബാക്കപ്പും ഉണ്ടാവണം. ആ കടക്കാരുടെ ആ ബാക്കപ്പ് എന്ന് പറയുന്ന ഉദ്ദേശം മനസ്സിലാവും. അത് പിടിച്ച് വാങ്ങിക്കാനുള്ള ഒരു ബാക്കപ്പ് വേണം. ആ ബാക്കപ്പ് എൻ്റെ ഇല്ല. എൻ്റെ അടുത്തുള്ളതെല്ലാം സാധാരണക്കാരായ ആൾക്കാരാണ്. അവരെ ഒരു മേഖലയിലോട്ട് ഇറക്കി വിടാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാര്യം അത് ചേട്ടനെ പറ്റുന്ന സഹായം ചേട്ടനി പറഞ്ഞ രാവിലെ ഷോപ്പ് തുറന്നു കൊടുക്കാം, പണിക്കൂലിയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതല്ല, പണിക്കൂലി ഇല്ലാത്ത എത്രമാത്രം പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? സ്കീമുകളുണ്ട്. ഒരു ആളും ചെയ്യാത്ത കുറേ സ്കീമുകൾ ഞാനതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. കാര്യം അത് നമ്മുടെ ബിസിനസ് സീക്രട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സീക്രട്ടുകളും ഉണ്ട്. 1 രൂപ പണിക്കൂലി ഇല്ലാതെ കസ്റ്റമറിന് പ്രോഫിറ്റ് ആയ രീതിയിൽ പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രോഫിറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് അവർ പണിക്കൂലി തരാത്ത രീതിയിലുള്ള ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരിയല്ലേ? അപ്പോൾ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാ ബിസിനസ്സുകാരുടെയും അല്ല. ഇത് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. കസ്റ്റമറിന് ഭയങ്കരമായിട്ട് അത് ഞാൻ പറയാത്തത് വേറെ കൊണ്ടല്ല, വേറെ കടക്കാർ എന്നെ ഫോളോ ചെയ്യും. എനിക്ക് ഒരുപാട് കസ്റ്റമർ അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബിസിനസ് സീക്രട്ട് എന്ന് പറഞ്ഞത് കസ്റ്റമറിന് പ്രോഫിറ്റ് കിട്ടുന്ന സീക്രട്ട് ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കസ്റ്റമറിനെ അത് വെച്ച് ആകർഷിക്കാം. ആ സീക്രട്ട് ഇൻഡസ്ട്രിയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. ബാക്കിയുള്ളതെല്ലാം പറയും. എല്ലാ ബിസിനസ്സിനും ഉണ്ടാവില്ല സീക്രട്ട്. കസ്റ്റമറിന് ഒരുപാട് കിട്ടുന്ന സീക്രട്ട് എന്ന് പറയുമ്പോൾ ആ സീക്രട്ട് എൻ്റെ വലിയൊരു സീക്രട്ടാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് ഞാൻ കസ്റ്റമറിനോട് മാത്രം പറയും. പക്ഷേ ഈ പറയുന്ന നമ്മുടെ മീഡിയാസിൻ്റെ കൂടെ അല്ല, മറ്റേ ബിസിനസ് ഓണേഴ്സിൻ്റെ കൂടെ പങ്കുവയ്ക്കാറില്ല. അതുകൊണ്ട് പറയണ്ട. ഞാൻ ഇതിനകത്ത് വന്നതെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വേറൊരു ചാനലിനകത്ത് വേറൊരു വൈഫും ആളും കൂടെ അവർ സോഷ്യൽ മീഡിയ നല്ലതാണ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പേസ് എനിക്കാണെങ്കിൽ വേണമെങ്കിൽ എടുത്തിട്ട് നിങ്ങളിത് സംപ്രേഷണം ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിലും കാണിക്കാമല്ലോ, എൻ്റെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ആൾക്കാർക്ക് നമ്മളും വീണ്ടും സെലിബ്രിറ്റി ആയി എന്ന് തോന്നുമല്ലോ, അല്ലേ? ഇത്രയുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? എന്നെ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അതിന് ദൈവം നമുക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും നമ്മൾ അറിയാം, അല്ലേ? അതെ, പിന്നെ അതൊരു ഭാഗ്യമാണ്. കിങ്ങിണിക്ക് അറിഞ്ഞൂടായിരുന്നെങ്കിലും നാട്ടുകാർക്ക് മൊത്തം നമ്മൾ അറിയാം. നമ്മുടെ മറ്റേ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ജിൻസിക്ക് അറിയാം. ജിൻസി ഇപ്പൊ കണ്ടപ്പം ചേട്ടൻ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. കാണുന്ന ഇഷ്ടംപോലെ കോൺടാക്ട് ചെയ്ത ജിൻസി അല്ല. ഞാൻ അധികം പെൺപിള്ളേരുടെ പേര് ഓർമ്മയിൽ വെച്ചേക്കാത്തതുകൊണ്ട് കണ്ടു പോട്ടെ. കഴിഞ്ഞു. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാ. ഈ പറഞ്ഞ പോലെ ജ്വല്ലറി നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാ ആൾക്കാരും ഡെഫിനറ്റ് ആയിട്ട് ഇവരുടെ ജ്വല്ലറി വിസിറ്റ് ചെയ്യുക. ചേട്ടൻ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പണിക്കൂലിയൊക്കെ തീരെ കുറച്ച് കേരളത്തിൽ കൊടുക്കുന്ന വൺ ഓഫ് ദി ജ്വല്ലറിയാണ്. പിന്നെ ഇവരോട് നേരിട്ട് പോയി സംസാരിക്കുക. ജ്വല്ലറി പോകുമ്പോൾ എല്ലാവരും ഞാൻ അത് പറയണം, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്, പോയി സംസാരിക്കുക. നല്ല രസമുണ്ട്, അടിപൊളിയാണ് ഇവർ. അപ്പോൾ എന്തായാലും ചേട്ടാ ചേച്ചി, താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, കിങ്ങിണി ആൻഡ് ജാങ്കോ സ്പേസ് അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനെ വിളിച്ചതിനും അല്ലേ, അവർക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലേ, പ്രൊഡ്യൂസർ എല്ലാവർക്കും നന്ദി. ഇപ്പോൾ സ്പെഷ്യലി കിങ്ങിണിക്കും അല്ലേ. കിങ്ങിണിക്ക് ഒരു നോസ്പിന് കൊടുക്കുന്ന ആണല്ലോ. എടുത്തിട്ട് എടുത്തിട്ടോ രശ്മിയെല്ലാം പോയി എടുത്തോ. ഷോപ്പിൽ നിന്ന് വന്നപ്പോഴേ രശ്മിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊല്ലം ഷോപ്പിൽ നല്ല 18 ക്യാരറ്റിൻ്റെ അടിപൊളി നോസ്പിന്നിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കിങ്ങിണി ആദ്യമേ തല തിരിച്ച് തുറക്കുന്നതിന് മുമ്പേ കിങ്ങിണി തല തിരിഞ്ഞങ്ങ് നോക്കി. സൂപ്പർ അല്ലേ? ഞാൻ വേറൊരെണ്ണമാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ചേച്ചി നല്ല സെലക്ട് ചെയ്തപ്പോൾ അത് കൊള്ളത്തില്ലായിരുന്നു. ഞാൻ വേറെ അല്ല അതിനേക്കാൾ ഇത് കൊള്ളാന്ന് പറഞ്ഞ് രശ്മി എടുത്തപ്പോൾ അവസാനം നമ്മൾ ആമ്പിള്ളേർ സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റും. മാർക്കറ്റ് ചെയ്ത് അല്ല, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം നോസ്പിൻ ആണ്. അല്ല, ലേഡീസിന് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ മുഖത്തിന് സൗന്ദര്യം വരുന്നത് ഈ പറഞ്ഞ നോസ്പിൻ ഇടുമ്പോഴാണ്. ഈ മാല ഇടുമ്പോഴത്തേക്ക് കഴുത്തിന് സൗന്ദര്യം വെറുതെ ഫേസിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കമ്മലിനേക്കാൾ കൂടുതൽ നോസ്പിന്നാണ്. അപ്പൊ എല്ലാവരും മൂക്ക് കുത്താനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കച്ചവടം കൂടട്ടെ. അല്ല ചേച്ചി, എനിക്ക് നമ്മുടെ ഷോപ്പിൽ നോസ്പിന്നും അതിന്റെ സ്റ്റഡ് ഉണ്ടല്ലോ, രണ്ടിലെ സ്റ്റഡും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. വെറും ഫ്രീ ആണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ
ഷോപ്പിൽ വരാം. ഇനി നോസ്പിൻ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജ്വല്ലറി ഫ്രീ ആണ്. ഓപ്പണിംഗ് ഓഫർ അല്ല, എന്ന് വന്നാലും അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും. ഞാനിപ്പം മൂക്ക് കുത്തിയിട്ട് കുറേ വർഷം, ഞാൻ 7th പഠിക്കുമ്പോഴാണ് ചെയ്തത്. ഇപ്പം ഇത്രയും വർഷമായി. ഇതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിച്ചു കൂടുന്ന സാധനം നോസ്പിനാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലിയും കൂടെ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആണ് നെസ്പിക്ക്, വേറൊരു നോസ്പിൻ വാങ്ങണമെന്ന്. അപ്പോൾ എനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷം, ഹാപ്പി. ഞാൻ എന്തായാലും അത് ഇപ്പം തന്നെ ഇട്ടിട്ട് കാണിക്കുന്നതായിരിക്കും. കണ്ടോ ഗൈസ് മൂക്കുത്തി? ഞാനിതിപ്പോൾ എന്താ പറയണമെന്ന് നോക്കിയാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കുറേ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മൂക്കുത്തി. ഭയങ്കര സന്തോഷം ഗൈസ്. ഞാൻ ആ മൂക്കുത്തി മാറ്റി എനിക്ക് ചേച്ചി തന്ന മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നോസ്പിൻ. അപ്പോൾ അത് തന്നെ നമുക്ക് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കണം. നല്ല ഭംഗിയുള്ളൊരു മൂക്കുത്തിയാണ്. ഇപ്പോൾ ഇതുപോലത്തെ കുറേ കളക്ഷൻ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിയേഴ്സിങ്ങും ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ ഡയമണ്ടിലും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോർ എല്ലാവരും വിസിറ്റ് ചെയ്യണം. ഇപ്പം നമ്മളെ ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ ഇപ്പം ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, അവരെന്നെ വിചാരിക്കും കൊച്ചന്തിപ്പ് ഇങ്ങനെ നിൽക്കുന്നത്. ചേച്ചി താങ്ക് യു സോ മച്ച്. താങ്ക് യു.